പ്രാർത്ഥന, ഉം, അതുപോലെ ആമുഖം, പടികൾ, പാരമ്പര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമില് പുതുതായിട്ട് വന്ന സുഹൃത്തുക്കള്, അവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം, വിനീതമായ നമസ്കാരം. അവര് പ്രോഗ്രാമിനെ കുറിച്ച് അവർക്ക് കുറച്ച് അറിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എപ്പോഴും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഇത് എന്ത് പ്രോഗ്രാം ആണെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ്, ആ അറിവോടുകൂടി ഈ പ്രോഗ്രാമിൽ എത്തുവാണെങ്കിൽ വരുന്ന ആൾക്ക് ഒത്തിരി ഗുണം ഉണ്ടാവും. അതില്ലാതെ പ്രോഗ്രാമിൽ വന്ന് പല ആൾക്കാരും അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ പ്രശ്നം എന്താ വെച്ചാല് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് പ്രോഗ്രാം ഉപേക്ഷിച്ച് പോകാൻ സാധ്യത. കാരണം ഗ്രഹിക്കാനുള്ള കഴിവ്, ഇത് പുതിയ പുതിയ കാര്യങ്ങളാണ്. പലപ്പോഴും എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ്, അത് എന്താണ് സംഗതി, അതെന്താ ഒരു ചികിത്സാ പരിപാടിയാണോ, അത് ഒരു പ്രോഗ്രാം ആണെന്ന് പറയുന്നു, അത് അതിൻ്റെ ഉത്ഭവം, അത് എങ്ങനെ ഉണ്ടായി, എവിടെ ഉണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി, അത് ആരൊക്കെയാണ് അതിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം വാസ്തവത്തില് ഈ ആമുഖത്തിലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു പുതുമക്കാരനെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിട്ട് തോന്നും, ഇത് എന്ത് പരിപാടിയാണെന്നുള്ളത്. അതുകൊണ്ട് ലിറ്ററേച്ചർ ഇതാണ് എന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഗതി ആണോ എന്നുള്ള ഒരു ലിറ്ററേച്ചർ ഉണ്ട്. അത് വാസ്തവത്തിൽ അത് വായിക്കുമ്പോൾ കുറേ വിവരങ്ങൾ, നല്ല ശുദ്ധമായ മലയാളത്തില് നല്ല വിവരങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങള്. ഞാൻ മദ്യാസക്ത രോഗം എന്ന് പറഞ്ഞ് ഒരു പുതിയ അറിവായിരിക്കും പല ആൾക്കും. ഏല് വരുന്ന പുതുമക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ അറിവായിരിക്കും. അവര് ആ അറിവ് എങ്ങനെ സ്വീകരിക്കുന്നു, അതിന് വാസ്തവത്തിൽ അവർക്ക് ചെറിയൊരു വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. അവര് ഇത് രോഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മദ്യം കഴിച്ചിട്ട് ഒരാൾ ഛർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ മദ്യം കഴിച്ച് ലിവർ സിറോസ് ഒക്കെ വന്ന ആൾക്കാർ ആശുപത്രി കിടക്കുന്നത്, വയറൊക്കെ വീർത്തിട്ടിരിക്കുന്നത്, അവരെയും കൊണ്ട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, അവരുടെ ബന്ധുക്കളൊക്കെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പൊ ഇതൊക്കെ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, ഞാൻ വല്ലപ്പോഴത്തിനും മദ്യം കഴിക്കുന്നു, അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും. വാസ്തവത്തിൽ മദ്യാസക്ത രോഗത്തെ കുറിച്ച് വളരെ ഗൗരവമായിട്ട്, സീരിയസ് തോട്ട് പ്രോസസ്, വളരെ ഗൗരവമായിട്ടുള്ള ചിന്ത ആവശ്യമുള്ള ഒരു കാര്യമാണത്. പക്ഷെ അതിന് പലപ്പോഴും പ്രോഗ്രാമിൽ എത്തുന്ന പല സുഹൃത്തുക്കൾക്കും അത് കഴിയാറില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ വളരെയധികം അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് വീട്ടുകാര്, സ്വന്തക്കാരൊക്കെ, പല ആൾക്കാരും പറഞ്ഞ് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ശരി, ഈ പ്രോഗ്രാമിൽ എത്തുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഞാനും ആ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ എന്താണ് ഈ പ്രോഗ്രാം, എന്താണ് അത്, എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അതുകൊണ്ട് വല്ല ഗുണം കിട്ടാൻ സാധ്യതയുണ്ടോ, അപ്പോൾ ഈ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇതില് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അത്ഭുതം തോന്നാറുണ്ട്, പല ആൾക്കും അത്ഭുതം തോന്നാറുണ്ട്. ഇത് മനുഷ്യരെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഡോക്ടർ സാർ ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട് കേട്ടോ. സാർ ഒന്ന് ചേർന്ന് നിൽക്കുവോ? വൈഫൈ ആയിട്ട് ചേർന്ന് നിൽക്കാവോ? ഹലോ,
കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. വൈഫൈ ആയിട്ട് ചേർന്ന് നിൽക്കാവോ? ആ, ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം സാറേ. ഓക്കെ. ശരി. അത് എവിടുന്നോ വേറെ ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത് ഇവിടുന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മള് ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്ന വാസ്തവത്തില് അദ്ദേഹത്തിന് ഒരു ഡയഗ്നോസിസ് എന്ന് പറയും. ഡയഗ്നോസിന്റെ അർത്ഥം അറിവുണ്ടാക്കുക എന്നുള്ളതാണ്. അറിവ് ഉണ്ടാക്കിയെടുക്കുക, ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന ഒരു അറിവുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം പരിശോധിക്കുന്ന രോഗിയുടെ രോഗം എന്താണെന്നുള്ളൊരു അറിവുണ്ടാക്കുക. അതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയാം. ഡയ എന്ന് പറഞ്ഞാൽ ത്രൂ എന്നർത്ഥം. നോസിസ് എന്ന് പറഞ്ഞാൽ നോയിങ്, അറിവ്. അപ്പോൾ രോഗി പറയുന്ന കാര്യങ്ങളിൽ കൂടി അറിവുണ്ടാക്കുക. എന്താണ് അയാളെ സംബന്ധിച്ച കാര്യം എന്താണെന്നുള്ളത്. അതാണ് ഇന്നത്തെ കാലത്തെ എല്ലാത്തരം രോഗപരിശോധനയും എവിഡൻസ് ബേസ്ഡാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മദ്യം കഴിക്കുന്ന ആള് എന്ന് പറഞ്ഞ് അയാളെ ഇപ്പൊ മദ്യപാനി എന്നൊന്നും വിളിക്കൂല. മദ്യപാനിയ രോഗി, അഡിക്റ്റഡ് എന്നൊന്നും പറയാറില്ല. അതിന് തെളിവുകളുണ്ട്. ആ മദ്യാസക്ത രോഗിയാണെന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പൊ ആ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ രോഗം നിർണയിക്കുന്നത്. അതിന് രോഗിയെ പുറമെ ശാരീരിക പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഉപയോഗിച്ച ലഹരി വസ്തുക്കളുടെയൊക്കെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ രോഗിയുടെ ശരീരത്തിൽ നിന്നും ഈ ലഹരി വസ്തുക്കൾ വേർതിരിച്ചെടുക്കാനുള്ള കെമിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും രോഗികൾ നുണ പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. പ്രത്യേകിച്ചും ഒരു ഫോറൻസിക് ഒരു കുറ്റ ആരോപണത്തിന്റെ രീതിയിൽ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രോഗി പലപ്പോഴും നുണ പറയാറുണ്ട്. അപ്പൊ അതിന് തെളിവിനായിട്ട് ഡോക്ടർ അയാളുടെ രക്തം പരിശോധിക്കും. അതുപോലെ അയാളുടെ ബ്രത്ത് അനലൈസ് ചെയ്യും, അയാളെ പരിശോധിച്ച് നോക്കും. ഇതുകൂടാതെ ടെസ്റ്റുകൾ, മറ്റ് പല ടെസ്റ്റുകളും ചെയ്യും. ഇയാൾ നേരത്തെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം നേരെ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയും ചെയ്യും. അപ്പൊ അതാണ് ഏതൊരു രോഗത്തിന്റെ ഡയഗ്നോസിസ് അങ്ങനെയാണ്. പല ടെസ്റ്റുകൾ ചെയ്യും, അടിസ്ഥാനമാക്കിയുള്ള ചില ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഒരു രോഗം വന്നാൽ നമ്മൾ സാധാരണ അതിന്റെ കാരണങ്ങള്, അതിന്റെ പരിണിത ഫലങ്ങള്, അതിന്റെ ശരീരത്തിനുള്ള ഏൽപ്പിക്കുന്ന ആഘാതം, അത് എന്തൊക്കെയാണ്, അതെല്ലാം രോഗിക്ക് പറഞ്ഞു കൊടുക്കും സാധാരണ. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോഴൊക്കെ രോഗിക്ക് ഇഷ്ടമില്ലെങ്കിൽ രോഗിയുടെ സമ്മതം കൂടി മേടിച്ചിട്ട് വേണം രോഗിയോട് പലപ്പോഴും പറയാനായിട്ട്. രോഗിയോട് പലപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തിന് ദഹിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സമ്മതം ചിലപ്പോൾ മേടിക്കേണ്ടി വരും. പക്ഷേ ഈ ഫോറൻസിക് ആയിട്ട് ഈ കുറ്റാരോപിതനായിട്ട് ഒരാൾ വരുവാണെങ്കിൽ ആ സമ്മതമൊന്നും ആവശ്യമൊന്നുമില്ല. അതിനവിടെ പോലീസുണ്ട്. അപ്പൊ ഞാൻ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളില് കടക്കുന്നതിന് മുമ്പ് ആ രോഗത്തിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്. അത് ഇന്നിപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിരിക്കുന്ന പല ആളുകളും ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിലൊക്കെ എത്തിയത്, ഡി അഡിക്ഷൻ സെന്ററിൽ പോയത്. വളരെ നീണ്ട ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മദ്യാസക്തി എന്ന ആ രോഗത്തിന് താൻ അതിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടില്ല. വേണ്ടി വന്നാൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ അതിന്റെ സംഗതി, പക്ഷെ അയാളുടെ ഉള്ളില് അയാൾ മദ്യം നിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ലോകത്തില്
ആരൊക്കെ മദ്യം കഴിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടോ അവരൊക്കെ അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ചിന്ത, ഒരു വികാരം എന്തായിരുന്നറിയോ? അത് ആരും വിശ്വസിക്കില്ല. ഇത് കഴിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, വേണ്ട. അങ്ങനെയുള്ളൊരു ചിന്തയാണ് അവർക്ക്. അത് അങ്ങനെ ആരും അറിയണ്ട, അത് ഇഷ്ടപ്പെടുന്നില്ല. അത് ഞാനത് ഉപയോഗിക്കുന്ന ആളല്ല അറിയിക്കാനാണ് പല ആൾക്കും താല്പര്യം. പക്ഷെ പല സമൂഹത്തിലെ വലിയ സുഹൃത്തുക്കൾ, വലിയ സ്ഥാനമാനങ്ങളുള്ളവരുടെ കൂടെ കുടിക്കുന്ന ആൾക്കാർ ചിലപ്പോ അത് പ്രദർശിപ്പിക്കും. താൻ അയാളുടെ കൂടെ കുടിക്കുന്നു, അതെന്തോ തനിക്ക് എന്തോ ഒരു പ്രത്യേക അനുഗ്രഹമാണ് എന്നൊക്കെ രീതിയിൽ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ താനൊരു സോഷ്യൽ ഡ്രിങ്കർ, സമൂഹത്തിന്റെ സമ്മതമുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു കുടിയനാണ്. ഒരു കുടിയൻ എന്ന് പറയാൻ പാടില്ല, മദ്യം കഴിക്കുന്ന, വല്ലപ്പോഴും കഴിക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ദീർഘകാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളും സോഷ്യൽ ഡ്രിങ്കർ എന്നുള്ള ലേബലിലാണ് നടക്കുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിന്റെ പേരാണ് ഈ ആലോചനയ്ക്ക് മുമ്പുള്ള സമയം എന്ന് പറയും. ആലോചന. അവര് മദ്യം നിർത്തണം എന്നുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആലോചനയായിട്ട് വെറുതെ നടന്നിട്ടുള്ളൂ. ആലോചന ഫലപ്രദമായില്ല. അതിനാണ് പ്രീ കണ്ടംപ്ലേഷൻ, ആലോചനയ്ക്ക് മുമ്പുള്ള സമയം എന്ന് പറയും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആലോചന വന്നു, നിർത്തണം. അതിൽ ജീവിതത്തിലെ സാഹചര്യങ്ങൾ രോഗം ആയി മാറി, രോഗത്തിലേക്ക് പ്രവേശിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു ആലോചന വന്നത്. അപ്പോൾ അതിന്റെ പ്രവൃത്തി എന്താണ്? എന്ത് പ്രവൃത്തി കൊണ്ടാണ് അത് നിർത്തുന്നത്? നിർത്താൻ വേറെ ഒരു ആലോചനയുടെ ആവശ്യമില്ല. നിർത്തുക തന്നെ, നിർത്തി വെച്ചിട്ട് തുടരാതിരിക്കുക, അതാണ് അതിന്റെ ആക്ഷൻ. അപ്പോൾ പക്ഷെ ആ ആക്ഷനിൽ ഒരു പ്രശ്നമുണ്ട്. ആ ആക്ഷൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ? ശരീരം സമ്മതിക്കുന്നുണ്ടോ? മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? ഇതിന്റെ പേരാണ് എന്താണ്, യെസ് ഓർ നോ, വേണം വേണ്ട എന്നുള്ള ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ സംശയം. ഇങ്ങനെ വേണോ, നിർത്തണോ, അതോ വേണ്ടയോ? ഇങ്ങനെ ഒരു രണ്ട് മനസ്സായിട്ട് കുറെ കാലം നടക്കും. പിന്നെ ആ രണ്ട് മനസ്സിൽ നിന്ന് ഒരു മനസ്സായി, യെസ് ഞാൻ നിർത്തിയേക്കാം, നിർത്തിയേക്കാം എന്ന് പറഞ്ഞ് ഒന്ന് തുടങ്ങി, ഒരു ആക്ഷൻ ഉണ്ടായി. പക്ഷെ ആ ആക്ഷൻ കുറെ നാളങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. ആക്ഷൻ എന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആക്ഷൻ 24 hour പ്രോഗ്രാമാണ്. 24 മണിക്കൂർ മദ്യം നിർത്തിവെച്ച് മുന്നോട്ട് പോകലാണ് ആക്ഷൻ. അതാണ് സയന്റിഫിക്. 100% ശാസ്ത്രീയവും അടിസ്ഥാനവും അടിത്തറയൊക്കെ അത് തന്നെയാണ്. 24 hour പ്രോഗ്രാം. പക്ഷെ അത് അയാളുടെ ശാരീരിക പ്രകൃതം, മദ്യം അയാളുടെ ഏൽപ്പിച്ച പ്രശ്നങ്ങൾ, അയാളുടെ ചുറ്റുപാട്, അയാളുടെ ജോലി, അയാളുടെ സുഹൃത്തുക്കള്, അയാളുടെ വൈകാരികത, അയാളുടെ എന്താ ഡിപ്പെൻഡൻസ്, അയാൾ അതിനെ ആശ്രയിച്ചു കഴിഞ്ഞ ആളാണ് ഇത്രയും കാലം. പല കാര്യങ്ങളും ആലോചിച്ചിട്ട് അയാളുടെ അവസ്ഥ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റുള്ളൂ, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും അയാള് പുനർപതനത്തിലേക്ക് പോകും. അയാൾ വിചാരിക്കാൻ ഇത് വളരെ എളുപ്പമെന്നാണ്, പക്ഷെ സാധിക്കില്ല. അത് പെട്ടെന്ന് തന്നെ ഈ പ്രവൃത്തി ഒരു പുനർപതനം, വീണ്ടും കുടിയിലേക്ക്, നിർത്തിവെച്ച കുടി വീണ്ടും തുടങ്ങും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ഒരു പ്രശ്നഭരിതമായിട്ടുള്ള, ഇത് നിർത്താൻ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാവും. അപ്പൊ അത് ഇട്ടിട്ട് പോവും. അപ്പൊ ആ പഴയ അവസ്ഥയിലേക്ക് എത്രമാത്രം അയാൾ തുടങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു ആ അവസ്ഥയിൽ കൂടി വീണ്ടും ഒന്ന് കറങ്ങും. അത് അളവ് കൂട്ടും, വീണ്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, വീണ്ടും ആക്ഷൻ ഉണ്ടാവില്ല. ആക്ഷൻ ഇല്ലാതെ കുറേ കാലം പോകും. അതിന് എത്രയോ ആൾക്കാർ 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം ഒക്കെ ഇങ്ങനെ ഈ പ്രീ കണ്ടംപ്ലേഷൻ മുതൽ ഈ
റിലാപ്സ് വരെ ഒക്കെയുള്ള കാലഘട്ടം എത്രയോ ആൾക്കാർ. വാസ്തവത്തിൽ റിലാപ്സ് ഒരു ഏറ്റുമുട്ടലാണ്, ഒരു ഭയങ്കര ഭീകരമായ ഒരു ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ മരണത്തിന് നേരിടുന്ന ഒരു അവസ്ഥ വരെ ചില ആൾക്കുണ്ടായിട്ടുണ്ട്. ഈ ഡെലിറിയം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് ആള്. അയാൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വേറൊരു ലോകത്തേക്ക്. ഡെലിറിയം. ആ ഡെലിറിയത്തിന്റെ ഉള്ളിൽ അയാളുടെ സാമാന്യ ബോധമൊക്കെ നഷ്ടപ്പെടും. വേറൊരു ലോകത്ത് അവിടെ അശരീരി കേൾക്കല്, മായ കാഴ്ചകൾ കാണല്, പൊട്ടിത്തെറിക്കല്, വയലൻസ് ആകുക, വസ്തുക്കളൊക്കെ ചെതറിപ്പോവുക, പൊട്ടിപ്പോവുക, കുപ്പികളിലൊക്കെ ഘോഷയാത്ര പൊട്ടി ചെതറിപ്പോവുക. അതുപോലെ അയാളെ നോക്കുന്ന ആളുകൾക്കും ഭയങ്കര ഭീഷണിയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ലോകത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടും. അതൊരു ഭീകരാവസ്ഥയാണ്. പലപ്പോഴും അയാള് പനിയുണ്ടാകുക, വിറയലുണ്ടാകുക, ഭയങ്കര തലവേദന ഉണ്ടാകുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അപസ്മാരം ഉണ്ടാകുക, മരണം വന്നു തോന്നുക, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടണം തോന്നുക. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രോഗികളിൽ ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളാണ്. മദ്യം നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കൊക്കെ ഉള്ള പുനർപതനത്തിൽ പോയി കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥ അത് ഭയങ്കരമാണ്. വിഡ്രോവൽ സിംറ്റം എന്നൊക്കെ പറയും. ഇത് മനസ്സിലാക്കാത്ത ഒരു മദ്യാസക്തനും ചികിത്സയിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പുനർപതനം, ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പുനർപതനം. ഒറ്റ പ്രാവശ്യത്തെ ഈ അവസ്ഥ വന്ന ആൾക്കാർ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ മരിക്കാൻ പോവാണോ? പലപ്പോഴും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് തിരിച്ചു വന്ന ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അയാൾ അവിടെ അനുഭവിച്ച ഭീകരമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസും കുഴപ്പങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ മരുന്ന് കൊണ്ടൊക്കെ മാറി അയാൾ ജീവിതത്തിലേക്ക് വന്നു, ഭക്ഷണം കഴിച്ചു, ഉറങ്ങി ഒക്കെ ശരിയാണെങ്കിലും മദ്യം അയാളെങ്ങനെ മാടി മാടി വിളിക്കും. അത് അതിൻ്റെ ഓർമ്മകൾ, അതേക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെപ്പറ്റിയുള്ള പാഷൻ എന്ന് പറഞ്ഞാൽ അഭിനിവേശം. അതിനെക്കുറിച്ചൊരു അഭിനിവേശമാണ്. അതാണ് ആർത്തി ഉണ്ടാക്കുന്നത്. ഭയങ്കര അഭിനിവേശമാണത്. എന്തോ വലിയ സാധനം എനിക്ക് കിട്ടി, എനിക്ക് മഹത്തായ എന്തോ ഒരു സംഭവം കിട്ടി, അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത സാധനമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പ്രേമത്തിന്റെ കാര്യത്തിലും പല ആൾക്കാർക്കും തോന്നാറുള്ളത്. എനിക്ക് മഹത്തായ എന്തോ സംഭവം കിട്ടി, പ്രേമം. ഇവിടെയൊക്കെ എന്താ സംഗതി, ചില തലച്ചോറിന്റെ ഉള്ളില് ചില കെമിക്കൽസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറിന്റെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആനന്ദം വേണം തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, ഒരു നെർവസ് കെമിക്കലാണ്, ന്യൂറോ കെമിക്കലാണ് ഈ ഡോപ്പമിൻ നമുക്ക് പ്ലഷർ, ആനന്ദം ഉണ്ടാക്കും. അതാണ് അഡിക്ഷന്റെ അടിത്തറ തന്നെ. അതാണ് അമിതമായിട്ടുണ്ടാക്കുന്ന ഡോപ്പമിൻ. അത് പല വസ്തുക്കളും ഈ ഡോപ്പമിൻ, ഈവൻ ചിന്തകൾ മതി. ഒരു സെക്ഷൽ തോട്ട് പ്രോസസ്, ഒരു ലൈംഗിക ചിന്ത വന്നാൽ ഡോപ്പമിൻ കണ്ടുപോകാനുണ്ടാകും. ചിലപ്പോൾ അതാണ് റേപ്പിലൊക്കെ കലാശിക്കും, ജയിലിൽ പോകേണ്ടി വരുന്നതൊക്കെ. ചിന്തകളിൽ കൂടി വരാം, അല്ലെങ്കിൽ പഴയ എക്സ്പീരിയൻസിൽ കൂടി വരാം. പലതിലും കൂടി ഈ ഡോപ്പമിൻ ഭയങ്കര ഇംബാലൻസ് ഉണ്ടാക്കും. തലച്ചോറിൽ ഇംബാലൻസ് ഉണ്ടാകും. അത് തലച്ചോറിൽ നിന്ന് അത് പുറത്തേക്ക് എങ്ങനെ വരുന്നത്? പുറത്തേക്ക് സ്വഭാവമായിട്ട് വരുന്നത്. ആ സ്വഭാവത്തില് നമ്മുടെ അർത്ഥം തന്നെ മാറിപ്പോവും. അത് ഇപ്പൊ ലൈംഗിക ചിന്തയാണെങ്കിൽ അതിനെ പറ്റിയുള്ള ഇതായിരിക്കും. അതുപോലെ തന്നെ കീഴടക്കുക എന്നുള്ള സംഗതിയും അതിലേർപ്പെടുക എന്നുള്ള സംഗതിയും അതാണ് അതിന്റെ മീനിങ്, അർത്ഥം ഉണ്ടാക്കുന്ന ഒരു പരിപാടി അയാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമോഷൻസിന് അൺകൺട്രോളബിൾ ആവും. അവിടെ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് സെക്രേഷൻ ഉണ്ടാവും. ഇതേ ഡോപ്പമിൻ തന്നെയാണ് ഒരു മദ്യാസക്തന് മദ്യത്തെക്കുറിച്ച്
ചിന്തിച്ച് കഴിയുമ്പോൾ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും, ഇംബാലൻസ് ആവും, ഇമോഷൻ അബ്നോർമാലിറ്റി ആവും. അയാൾ ഒരു ബാറിൽ നിന്ന് കുടിച്ചിട്ട് വന്ന ആളെങ്കിൽ അടുത്ത ബാറിൽ കൂടി കയറും. അയാൾക്ക് താങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ, ടോളറൻസ് ലെവൽ ഉണ്ടെങ്കിൽ അടുത്ത ബാറിൽ കൂടി കയറും. അപ്പൊ അങ്ങനത്തെ ഒരു കെമിക്കൽ ചേഞ്ച് തലച്ചോറിൽ നടക്കുന്നുണ്ട്, ഡോപ്പമിൻ. ഇത് പുതിയ ആൾക്കാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഡോപ്പമിൻ. അപ്പൊ നമ്മള് ഈ ഈ എയിൽ പറയുന്ന ഈ പ്രോഗ്രാം 24 മണിക്കൂർ പ്രോഗ്രാം ഈ അഭിനിവേശം ത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അത് കുറയ്ക്കാനും നിർത്താനും പറ്റുന്ന ഒരു പരിപാടിയാണ് 24 അവർ പ്രോഗ്രാം. 24 അവർ പ്രോഗ്രാം. കാരണം അത് നമ്മളെ ഏതൊക്കെ വഴിയിലേക്ക് എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ജയിലിൽ എത്തിക്കാം, നമ്മള് കൊലപാതകത്തിൽ എത്തിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റിൽ എത്തിക്കാം, ഹോമിസൈഡ്, അത് പല തരത്തിലുള്ള കുഴപ്പങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഇതിലേക്ക് എത്തി നമ്മളെ തന്നെ മറന്നു കളയുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ജോലി ഒക്കെ മറന്നു കളയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എത്തിക്കാം. അപ്പോൾ ഇവിടെ ഈ കെമിക്കൽ, ഈ ന്യൂറോ കെമിക്കൽ, അതിൻ്റെ ചുറ്റിപ്പറ്റിയാണ് ട്രീറ്റ്മെൻറ്റും എല്ലാ പരിപാടിയും അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി അടുത്ത സംഗതി വെച്ചാൽ ഇതിൻ്റെ മറ്റു രോഗലക്ഷണങ്ങൾ, ആർത്തി ഉണ്ടാവുന്നു, അതാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അതിൻ്റെ മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അതും അറിയാം. പിന്നെ എപ്പോഴും നിർബന്ധം വന്നുകൊണ്ടിരിക്കും. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടാൽ മതി, ഒരു സിനിമ കണ്ടാൽ മതി. അതാണ് പല ഈ മദ്യം കഴിക്കുന്ന രംഗങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയിൽ കൂടെ കാണിക്കുന്നത്? അത് ക്രേവിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാർക്ക് ക്രേവിംഗ് ഉണ്ടാക്കി പണം കണ്ടമാനം അടിച്ചെടുക്കാനായിട്ട് ഈ സംവിധായകനും ആളുകളും കൂടി ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാകും. അത് കണ്ടാൽ മതി, അടുത്ത ദിവസം തന്നെ അയാൾ റിലാപ്സ് ആവും. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആള് പിറ്റേ ദിവസം തന്നെ റിലാപ്സ് ആവും. അപ്പൊ അതാണത്. അപ്പൊ അതൊക്കെ നിസ്സാരാക്കുകയുള്ളൂ വാസ്തവത്തില്. രോഗി അതൊക്കെ നിസ്സാരാക്കുള്ളൂ. ആ സിനിമയല്ലേ കണ്ടത് എന്നൊക്കെ വിചാരം. പക്ഷെ ആ സിനിമ അവന്റെ ഉള്ളില്, അവന്റെ മനസ്സിലും അവന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥത്തിലും ഒക്കെ അതുണ്ട് തലച്ചോറിൽ. അത് പുറത്തേക്ക് വരും. അപ്പൊ എങ്ങനെയാണത്? പിന്നെ വരും വരായികൾ അറിയാതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, കോൺസിക്വൻസസ്. ഈ കാര്യങ്ങളൊക്കെ, ഈ രോഗലക്ഷണമൊക്കെ എല്ലാവരും അറിയേണ്ടതാണ്. വരും വരായികൾ അറിയാത്ത ഒരു സ്വഭാവ രീതി അറിയാം, പക്ഷെ പ്രവൃത്തിയിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, മദ്യം കഴിച്ച് ഒരു പൈലറ്റ് ഒരിക്കലും ഒരു ഫ്ലൈറ്റ്, ഒരു വിമാനം പറത്താൻ പാടില്ല. അത് അയാൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ്. അത് സമ്മതിക്കില്ല, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അയാൾ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മദ്യം കഴിക്കാൻ പാടില്ല, ഈ ഫ്ലൈറ്റിന് മുമ്പ് തന്നെ. അതൊക്കെ നിയമമുള്ളതാണ്. പക്ഷെ അയാൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാള് മദ്യം കഴിച്ചു പോകും ചിലപ്പോൾ. അപ്പൊ വരും വിളകളെയൊക്കെ അറിയാം, അറിഞ്ഞിട്ട് അയാൾ അത് ഉപയോഗിക്കും ചിലപ്പോൾ. അതിന് നിർബന്ധിതനാവും അയാളുടെ ശരീരം അതിന് തയ്യാറാവും, മനസ്സും തയ്യാറാവും. അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. അപ്പൊ ഇത്ര കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു മാരക രോഗമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് സൂക്കേടെന്ന് ചോദിച്ചാല് ആർക്കും മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷ, മദ്യം കഴിച്ചിട്ട് അത് മുന്നോട്ട് പോവുക, ആ കഴിക്കാനുള്ള ആഗ്രഹം മുന്നോട്ട് പോവുക, മുന്നോട്ട്. ക്രോണിക് എന്ന് പറഞ്ഞാല് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എന്നർത്ഥം. ക്രോണിക്, ഒരു ദീർഘകാലം, ഒരായുസ് മുഴുവനും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അത് തന്നെ വളർന്ന് പ്രോഗ്രസീവ്. നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പുനർപതനം സംഭവിച്ച് വീണ്ടും കുടിച്ചു. അങ്ങനെ തലച്ചോറിന് ബാധിക്കുന്ന രോഗത്തിനാണ് അഡിക്ഷൻ, അല്ലെങ്കിൽ അത് മദ്യമാണെങ്കിലും മദ്യപാന രോഗം എന്നൊക്കെ പറയുന്നതിനാണ്. അതാണ് എൻ്റെ നിർവചനം. അപ്പൊ അങ്ങനത്തെ ശാരീരിക, മാനസിക, വൈകാരിക രോഗം, സാമൂഹ്യമായിട്ട് ജോലി, ബന്ധങ്ങൾ,
പണം, അതുപോലെ തന്നെ ശാരീരിക രോഗാവസ്ഥകൾ, മാനസിക രോഗാവസ്ഥകൾ, ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു രോഗം സാധാരണഗതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സൂക്കേട് തന്നെയാണ് അങ്ങനത്തെ ഒരു രോഗത്തെ പറ്റി. പക്ഷെ എന്ത് സംഗതി എന്ന് വെച്ചാൽ ഇവിടെ രോഗി നിഷേധിക്കുന്നു. പൂർണ്ണമായിട്ടും രോഗി താൻ ഒരു മദ്യാസക്തനല്ല, താൻ ഒരു വല്ലപ്പോഴും മദ്യം കഴിക്കുന്ന ഒരു സോഷ്യൽ ഡ്രിങ്കറാണ്. ഇതാണ് പറയുന്നത്, സോഷ്യൽ ഡ്രിങ്കറാണ്. അതിന്റെ മറവിലാണ് അയാള്. അപ്പൊ അയാൾ അങ്ങനെ ഒരു കുടിയൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഷെയിമാണ്, ഷെയിം. അതുകൊണ്ടാണ് അയാൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും അയാൾ ഞാനൊരു കുടിയനല്ല എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം അതാണ്. വരും വരായികളും എല്ലാ സംഗതി അയാൾക്ക് അറിയാം. പക്ഷെ അയാൾ അങ്ങനെ മദ്യപാനി എന്നുള്ള ലേബലിൽ അറിയപ്പെടാൻ അയാൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ആരും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു 4 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യനറൊക്കെ ഉണ്ട്. ഡോക്ടർമാരിൽ ചില ആൾക്കാർ അതൊക്കെ ഉപയോഗിച്ച് രോഗിയുടെ സീരിയസ് അവസ്ഥ, രോഗാവസ്ഥ വളരെ ലളിതമായിട്ട് നിർണ്ണയിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ. ഒന്ന്, ഡോക്ടർ ചോദിക്കും, നിനക്ക് മദ്യം നിർത്താൻ ആഗ്രഹം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് യെസ് എന്നാ പറയുള്ളൂ. അപ്പൊ യെസ് നോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗം ഉണ്ടോ, തീവ്രമാണോ, ഇപ്പൊ തന്നെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് യെസ് ഓർ നോ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ യെസ് ഉണ്ടെങ്കിൽ അയാൾ രോഗിയാണെന്നുള്ള ഉറപ്പാണ്. ഒന്നോ അതിലധികമോ. 4 ഉണ്ടെങ്കിൽ അയാൾ മാരക രോഗിയാണ്. അതാണ്. നിങ്ങൾ മദ്യം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്. രണ്ടാമത്, നിങ്ങളുടെ മദ്യപാനം ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ആ ദേഷ്യത്തെ നേരിട്ടിട്ടുണ്ടോ? അതാണ് ആങ്കർ. അങ്ങനെ മദ്യം കഴിച്ച് ഒരു രോഗിയായ ഒരു മദ്യാസക്തനെ മിക്കവാറും മറ്റുള്ളവരുടെ ദേഷ്യത്തിന് പാത്രീഭൂതനായിട്ടുണ്ടാവും. അയാള് സ്വന്തം ഭാര്യയോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളൊക്കെ ആരും അല്ലെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ആൾക്കാർ ചോദിക്കാതിരിക്കില്ല, അയാൾക്കെതിരായിട്ട് പറയാതിരിക്കില്ല. അവരുടെ ദേഷ്യത്തിന് അയാൾ വിധേയനായിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങൾ മദ്യം കഴിക്കുന്നതിനെ പറ്റി ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ യെസ്. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, മദ്യം കഴിച്ച് 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറ്റബോധം, ഗ്രീഫ്, റിഗ്രറ്റ്, അങ്ങനെ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഗിൽറ്റ്. അപ്പൊ ജി മാർക്ക് ചെയ്യും നമ്മൾ. ജി. അത് യെസ് എന്ന് പറയുകയാണെങ്കിൽ ജി എന്ന് മാർക്ക് ചെയ്യും. നാലാമത്തെ ഒരേ ഒരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ മദ്യം വാങ്ങിച്ച് വീട്ടിൽ വെച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അത് കുടിക്കാനുള്ള ആഗ്രഹം, കണ്ണ് തുറക്കുമ്പോഴേ അത് കുറച്ച് കുടിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതായത് ഐ ഓപ്പണർ, കണ്ണ് തുറക്കുമ്പോഴേ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. അവിടെ ഇ എന്നുള്ള ഒരു അക്ഷരമാണ് വരുന്നത്. അപ്പോൾ 4 അക്ഷരങ്ങൾ വന്നു. കേജ്. ഈ കേജ് ടെസ്റ്റ് 4ഉം പോസിറ്റീവാണ്. അയാളെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അയാൾ മദ്യപാന രോഗിയാണ്, ആസക്തനാണ്. ഈ ഏർലി മോർണിംഗ് ഡ്രിങ്കിങ് അയാളുടെ ശരീരത്തെ കീഴടക്കി. അയാൾ മദ്യത്തിന് അടിമയാണ്, അടിമയാണെന്നുള്ളതിന്റെ തെളിവാണത്. ശരീരം അടിമയായി കഴിഞ്ഞു, മനസ്സും മിക്കവാറും അടിമയായി കഴിഞ്ഞു. കാരണം രാവിലെ ജോലിക്കൊക്കെ പോകേണ്ട ഒരാൾക്ക് മദ്യം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും മദ്യത്തിന് അടിമയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരാളുടെ കടലാസിലെ ഡോക്ടർ എഴുതി വയ്ക്കും ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് സിൻഡ്രോം. അയാളുടെ രോഗം എല്ലാം കൂടി നോക്കിയാൽ മദ്യത്തെ ഉപയോഗിച്ച് അടിമയാക്കപ്പെട്ട ഒരാള്, അങ്ങനെ ജീവിക്കുന്ന ഒരാള്, രോഗി. ഇതാണ് ADS, ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് സിൻഡ്രോം. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ. കേൾക്കാം സാറേ, നന്നായി കേൾക്കാം. കേൾക്കുന്നുണ്ട് സാറേ. അതൊരു ശബ്ദം കേട്ടോണ്ടാ ഞാൻ ചോദിച്ചു.
അപ്പൊ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗത്തിന് അടിപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളും പോസിറ്റീവായിട്ട് അങ്ങേയറ്റത്ത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കേണ്ട ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേജ് ടെസ്റ്റ് 4 പോസിറ്റീവ് ആയ ആള്. പക്ഷെ ഈ കേജ് 4 പോസിറ്റീവ് ആണെങ്കിലും അതിന് സമ്മതിക്കാത്ത ആളുകളാണ് കൂടുതലും. അത് അയാള് പറയും, എനിക്കിപ്പോ അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ട്, ഇപ്പൊ സാധിക്കില്ല, ചികിത്സ ഒന്നും ഇപ്പൊ എനിക്ക് വേണ്ട. അതാണ് ഡിനയൽ, നിഷേധം. ഔട്ട്റൈറ്റ് ആയിട്ട് അയാൾ പറയും, എനിക്ക് അങ്ങനത്തെ ഇത് ചികിത്സ ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. അതാണ് നേരിട്ടുള്ള നിഷേധമാണത്. ആ നിഷേധം തന്നെ അയാളുടെ രോഗം വളരെ അങ്ങറ്റത്ത് എത്തി എന്നുള്ളതിന്റെ ലക്ഷണം. നിഷേധ രോഗി ആയിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്കുള്ളൊരു പ്രശ്നം അയാൾ സ്വീകരിക്കുന്നില്ല, അതിൽ വിശ്വസിക്കുന്നില്ല, ചികിത്സയിലും അയാൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് ആണ് ശരിക്ക് ഡിനയൽ, നിഷേധം. നിഷേധം ഒരു രോഗത്തിന്റെ മാരകമായൊരു ലക്ഷണമാണ്, ഏത് രോഗത്തിനും. ഉദാഹരണത്തിന് HIV എയ്ഡ്സ് ഉള്ള ആള് ആരെങ്കിലും പറയുമോ എനിക്ക് അങ്ങനെ HIV ഉണ്ടായിട്ടുണ്ട്, കോണ്ടാക്ട് ഉണ്ടാക്കുക ഒന്നും പറയില്ല. അയാൾ മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഡോക്ടറോട് പോയി പറയുകയൊക്കെ ചെയ്യും. അതിങ്ങനെയുള്ള പല രോഗത്തിനും ഈ മോശപ്പെട്ട രോഗമാണെന്ന് രോഗി തന്നെ വിചാരിക്കുന്ന പല രോഗങ്ങൾക്ക് ആദ്യത്തെ രോഗലക്ഷണം ഡിനയല, നിഷേധമാണ്. പണ്ട് ഈ ഗുഹ്യരോഗത്തിന്റെ ഇതിൽപ്പെട്ടാണ് സിഫിലിസ് എന്ന് പറഞ്ഞ ലൈംഗിക രോഗം. അപ്പോ അത് ഉണ്ടായ ഒരാളും തന്റെ ഈ രോഗാവസ്ഥ പറയാൻ മരിക്കുന്നുള്ള ഉറപ്പാകുമ്പോഴത്തേക്കും, മരിക്കുമോ എന്നുള്ള പേടി വരുമ്പോഴൊക്കെ പല ആൾക്കാരും ഇങ്ങനെ എത്രയും രഹസ്യമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് അതൊക്കെ പറയുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഡിനയൽ. പിന്നെ രണ്ടാമത്തെ പ്രധാന ഒരു ഉത്തരം എന്താന്ന് വെച്ചാല് മിനിമൈസ് ചെയ്യുക, അത് നിസാരാക്കി കാണുക. ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്ത് കാര്യം, എന്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മിനിമൈസ്, ഏറ്റവും നിസാരാക്കുക, ഏറ്റവും ലളിതം നിസാരമാക്കുക, മിനിമൈസ്. വേറെ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാല് ഒരു യുക്തി പറയുക ഈ കാര്യത്തെ പറ്റി. കഴിഞ്ഞ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്ന ഉടനെ തന്നെ അങ്ങനെ 10-40 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ചിലപ്പോൾ മാസങ്ങളോളം കുടിച്ചിട്ടില്ല. വെറുതെ നുണയായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞോളാം. ഞാനൊരു മാസം മാലയിട്ട്, അത് ഈ മാലയിട്ട് കുടി നിർത്തിയത് തൻ്റെ ഒരു അപാര കഴിവാണെന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള വീമ്പ് പറച്ചില്, അതിന്റെ തെളിവ് പറയും, തനിക്ക് നിർത്താൻ കഴിവുണ്ടെന്നുള്ള ഒരു വീമ്പ് പറച്ചിലാണത്. എനിക്ക് ഇത് വിചാരിച്ചാൽ വളരെ എളുപ്പത്തിലൊക്കെ നിർത്താൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞോളെ. അപ്പൊ ഇതും തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു കള്ളത്തരത്തിൽ കൂടെയുള്ള യുക്തി പറച്ചില, യുക്തി തീരെ ഇല്ലാത്ത യുക്തി പറച്ചില്, ഇതൊക്കെയാണ്. ഇതൊക്കെ ആദ്യകാലത്തെ രോഗലക്ഷണങ്ങളാണ്. ഇത് കൂടി പോയിട്ട് രോഗം മൂർച്ഛിക്കും, പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെ തലച്ചോറില് വലിയ വലിയ ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ ആനന്ദത്തിന് വേണ്ടിയുള്ള അഭിനിവേശം ഇല്ലാത്തവരാരുമില്ല. പക്ഷെ ഈ പാഷന്റെ പുറകില് തലച്ചോറിന് പലപ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്നത് എന്താണെന്നറിയോ? റീസൺ, യുക്തിയാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്നുള്ളൊരു യുക്തിയുണ്ട്. അതാണ് അഭിനിവേശത്തിന് പലപ്പോഴും നമ്മള് പിടിച്ചു നിർത്തി നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ തലച്ചോറിന്റെ യുക്തിപരമായ ചില കഴിവുകളാണ്. അത് അങ്ങോട്ട് പോകുന്നതിന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അതാണ് പാഷൻ. ആ പാഷനെ പിടിച്ചു വലിക്കുക റീസൺ കൊണ്ട്. അപ്പൊ പാഷൻ വിത്തൗട്ട് റീസൺ എന്ന് പറഞ്ഞാല് അതെന്തായിരിക്കുമെന്ന് ഒരു വലിയ ആള് പറഞ്ഞിട്ടുണ്ട്. യുക്തിയില്ലാത്ത പാഷൻ പലപ്പോഴും ഒരു കണ്ണുപൊട്ടന്റെ അവസ്ഥ ഉണ്ടാക്കും. ബ്ലൈൻഡായി പോകും, ടോട്ടലി ബ്ലൈൻഡ്, കണ്ണുപൊട്ടൻ. എന്താണ് വരുംവരായികളെന്ന് കാഴ്ചപ്പാടില്ലാത്ത ഒരു കംപ്ലീറ്റ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ണുപൊട്ടന്റെ അവസ്ഥയായി പോകും എന്ന് പറയാം. വരുംവരായികൾ അറിയാതെ ഉള്ള ഒരു സംഗതി. പാഷൻ വിത്തൗട്ട്
റീസൺ. പണ്ടുകാലം പോലെ സ്പൈനോസ ഈ ഐൻസ്റ്റീൻ എപ്പോഴും സ്പൈനോസയുടെ ആരാധകനാണ്. സ്പൈനോസ ഒരു വലിയ തത്വചിന്തകൻ, ഫിലോസഫറാണ്, ഒരു ജൂതനാണ്. അദ്ദേഹം സ്പൈനോസ ഒരു ജൂതനായിരുന്നെങ്കിലും ജൂതന്മാരാരും ക്രിസ്തുവിന് വേണ്ടി വാദിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയോ വാദിക്കുകയോ ആരും ഈ ജൂതന്മാർ ചെയ്തിട്ടില്ല. ക്രിസ്തു ഒരു ജൂതനായിരുന്നു. അതൊരു അത്ഭുതമാണ്. പക്ഷെ സ്പൈനോസ ക്രിസ്തുവിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ജൂതമതത്തിൽ നിന്നും പുറത്താക്കി. അതിന്റെ പേരിൽ ഔട്ട്കാസ്റ്റ് ആക്കി. അദ്ദേഹത്തിന് ആ മതത്തിൽ നിന്ന് തന്നെ വിലക്കി ഔട്ടാക്കി കളഞ്ഞു. അങ്ങനത്തെ ഒരു തത്വചിന്തകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മളെ ഈ അഭിനിവേശങ്ങള്, യുക്തി ആണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടാതിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡായി പോകും. അത് നേരെ തിരിച്ചൊരു സംഗതിയുണ്ട്. യുക്തി കൂടുതലുണ്ടെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഭയങ്കര യുക്തി ഉള്ള ആളാണ്, റാഷണലിസ്റ്റാണ്, ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഈ യുക്തിക്ക് തന്നെ ഒരു പാഷൻ വേണം. യുക്തി പറയുന്നതിനൊരു പാഷൻ വേണം. ഇപ്പൊ പല ആൾക്കാരും പ്രോഗ്രാമിൽ വന്ന് ഈ പ്രോഗ്രാമിൽ നിലനിൽക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും ഈ ആൽക്കഹോളിസത്തിനെതിരായിട്ട് യുക്തി പറയുന്നുണ്ട്. അവര് യുക്തി പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ പാഷൻ, ഈ യുക്തി പറയാനുള്ള ഒരു പാഷൻ, അതൊരു വലിയ സംഭവമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രേമം, അതുപോലെ ഡോപ്പമിൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. യുക്തിയോട് തന്നെ അവർക്കൊരു പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിൽ നിരന്തരം വരുന്നത്. വാസ്തവത്തിൽ പല ആൾക്കാരും പറയുന്നത് അഡിക്ഷൻ എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരു ഉപദ്രവം ചെയ്യില്ല. അയാൾക്ക് ശരിയായ കാര്യം, യുക്തി, അതുകൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ കൂടുതൽ സ്നേഹിക്കുന്നതും യിൽ കൂടി അവർക്ക് വളർച്ച ഉണ്ടായത്, അവർ രക്ഷപ്പെട്ടത്, എങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നീട് ഞാൻ പറയാം. ഏതായാലും ഇപ്പൊ ഈ സൂക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മദ്യാസക്ത രോഗിക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അയാളുടെ പല അവയവങ്ങളിൽ കൂടി ഈ മദ്യം കയറി ഇറങ്ങുമ്പോൾ ശാരീരിക അവശതകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്ക് വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് രക്തം ഛർദ്ദിച്ചാൽ, അതുപോലെ തന്നെ അബോധാവസ്ഥകൾ വന്ന് കിടന്നാൽ, അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നാൽ, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളായിട്ട് മാറും. അല്ലാതെ അവസ്ഥയിൽ മദ്യം കഴിച്ചൊരു മുറിയിൽ കിടന്നു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുകയോ വയലന്റ് ആവുകയോ ഒക്കെ ചെയ്താൽ അന്നേരം ചിലപ്പോൾ ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ശാരീരികമായിട്ടുള്ള സംഗതികൾ, മാനസികമായിട്ടുള്ള കുഴപ്പങ്ങൾ, വൈകാരികമായിട്ടുള്ള കുഴപ്പങ്ങൾ അയാളെ പുറകെ തന്നെ പിടികൂടിക്കൊണ്ടിരിക്കും. അത് രോഗലക്ഷണങ്ങൾ തന്നെയാണ്. ശരീരത്തിലെ അവയവങ്ങൾ, എത്ര അവയവങ്ങളുണ്ടോ എല്ലാറ്റിലും കൂടി മദ്യം കയറി ഇറങ്ങും. എല്ലാറ്റിലും രോഗം ഉണ്ടാകും. അത് പറഞ്ഞാൽ തീരില്ലാത്തത്ര രോഗാവസ്ഥകളുണ്ട്. 200-200-ലധികമോ മറ്റേ രോഗാവസ്ഥകളെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്, രോഗനിർണയം നടത്തിയിട്ടുണ്ട് മദ്യം കഴിക്കുന്ന ആളിൽ. ഇതുകൂടാതെ മദ്യാസക്തനായിട്ടുള്ള ആള് മറ്റു ലഹരികൾ ഉപയോഗിക്കാറുണ്ട്, 2-3 മറ്റു ലഹരി കൂടി. അപ്പൊ അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എത്രയോ അവയവങ്ങളിൽ ഈ രോഗം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താ, കേന്ദ്രം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. കേന്ദ്രം നമ്മുടെ ബ്രെയിൻ. ഇപ്പോ പ്രോഗ്രാം എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള രോഗിയെ തൻ്റെ രോഗത്തെ പറ്റി മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കുക, തൻ്റെ അനുഭവങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കി കൊടുക്കുക, ജീവിതത്തെ ഒന്ന് മുറുക്കി പിടിക്കാനായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പറയുന്നതിലൂടെ സ്വയം കൂടുതൽ അറിവുണ്ടാകുകയും മറ്റുള്ളവർക്ക് അറിവുണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് വളരെ
ഡൈനാമിക് എന്നും പ്രവർത്തിക്കുന്ന, എന്നും മുഷിപ്പില്ലാതെ പ്രവൃത്തിയിൽ കൂടി മുമ്പോട്ട് പോകുന്ന ഒരു സംഗതി. ഈ പ്രോഗ്രാമിൽ എപ്പോഴും ഒരു പ്രോഗ്രാമായിട്ട് വായിക്കുന്നത് കേട്ടിട്ടില്ലേ? അത് മുഷിപ്പില്ലാതെ എത്രയോ ആൾക്കാർ കേൾക്കുന്നു. അപ്പൊ അത് മരണം വരെ കേൾക്കുന്ന ആൾക്കാരില്ലേ? അവർക്ക് മുഷിപ്പാണെങ്കിലോ ഇത് മാരകമായ സൂക്കേടായത് കൊണ്ടാണ് അവരതൊക്കെ അംഗീകരിക്കുന്നത്. അവർക്ക് അതിനോട് അഭിനിവേശം, ജീവിക്കാനുള്ള അഭിനിവേശത്തിന്റെ ഒരു ഭാഗമാണ്. അഡിക്ഷന്റെ ഏറ്റവും വലിയ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ട്രീറ്റ്മെന്റ്, അഡിക്ഷൻ എന്ന രോഗത്തിനുള്ള സ്വഭാവം കൊണ്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഈ പ്രോഗ്രാം. അത് തലച്ചോറിനെ ട്രെയിൻ ചെയ്യുന്നു, തലച്ചോറിന് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്നു, തലച്ചോറിന് മറ്റ് ശരീരത്തെയും സ്വഭാവത്തെയും നിയന്ത്രിക്കാൻ ഉള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു, ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നു. ഫീഡ്ബാക്ക് പ്രവർത്തിക്കാൻ, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ കുറഞ്ഞു പോകുന്നു, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കൂട്ടണം. ചില കാര്യങ്ങൾ കൂടിപ്പോകുന്നു, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കണം. തലച്ചോറിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു രണ്ട് തട്ടും ഒരേ ലെവലിൽ നിൽക്കുക, അങ്ങനെ ഒരു ന്യൂട്രൽ പൊസിഷൻ, ഒരു സോബർ പൊസിഷനിൽ നിൽക്കുക. അത് അവിടെയാണ് ശാന്തി, സമാധാനം. ഈ തട്ടുകൾ ഇങ്ങനെ പൊങ്ങും താഴും ഇളകി ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ അതനുസരിച്ചുള്ള ബിഹേവിയർ, മെമ്മറിക്കുള്ള കുഴപ്പങ്ങൾ ഒക്കെ ഇങ്ങനെ ആടി ആടി ഒലഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നേരെ മറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് മദ്യം നിർത്തി വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ പിടികിട്ടും. കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നുള്ള കാര്യം, എൻ്റെ ദേഷ്യം കൂടുതലാണോ എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. എൻ്റെ സങ്കടം കൂടുതലാണോ എന്നറിഞ്ഞാൽ എനിക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കുടുംബമായിട്ട് പൊരുത്തപ്പെടാതെ ജീവിക്കുകയാണോ, അവർക്ക് ഉപദ്രവമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത്, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അത് ശരീരവും മനസ്സും അയാളെ അറിയിക്കും. ഇതൊക്കെ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ ഈസിയാണ്. അവരുടെ ശരീരം, അവരുടെ മനസ്സും അവരുടെ സ്വഭാവത്തെ അതിനെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് ബാലൻസ് ചെയ്ത് ജീവിക്കാൻ എളുപ്പമാണ്. എങ്ങനെ അതിമാരകമായ രോഗത്തിന്റെ ഉള്ളിൽ അവർക്ക് ബാലൻസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം പുതുമക്കാരൊക്കെ അറിയണം. ഇതുകൂടെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ് ഈ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം കുറച്ച് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെപ്പറ്റി നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കും. ശരീരത്തിന് ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അത് വളരെ അടിസ്ഥാനമല്ല. പ്രോഗ്രാമിൽ ഒരു വാക്കുണ്ട്, നല്ലവനായിരിക്കുക. നിങ്ങൾ ആരോടാണ് നല്ലവനായിരിക്കേണ്ടത്? ആദ്യം നമ്മളോട് തന്നെ, നിങ്ങളുടെ ശരീരത്തോടും മനസ്സിനോടും നല്ലവനായിരിക്കുക. സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കും, അതിനെ വേണ്ടാത്ത അവസ്ഥയിലൊക്കെ കൊണ്ട് എത്തിക്കുകയാണ് ഒരാൾക്ക് അങ്ങനെ നല്ലവനാകാൻ പറ്റും. അയാള് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള ദർശനം എന്താണെന്നറിയോ ഒരാളോട് പറഞ്ഞേക്കണത്? അത് ഗ്രീസിലാണ് ആ ദർശനം ഉണ്ടായത്. അതുകൊണ്ടാണ് ഗ്രീക്ക് തത്വചിന്തകളും ഗ്രീക്ക് ഫിലോസഫിയാണ് ലോകത്തിന് ശാസ്ത്രത്തെ, അറിവിനെയും സ്വഭാവത്തെയും നന്നാക്കാനുള്ള മാർഗം. അതുകൊണ്ടാണ് ഗ്രീക്ക് തത്വചിന്ത അത് ലോകത്തിന്റെ വളർച്ചയായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അവർ പറഞ്ഞ് നീ നിന്നെ അറിയുക. നീ നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എല്ലാവരും അറിയാൻ പറ്റും. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നീ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിനക്ക് നിന്നെ തന്നെ മാറ്റി കാര്യങ്ങൾ വ്യക്തമായി മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മൾ അതിജീവിക്കുന്നുണ്ട്, ജീവിതത്തിലെ കുഴപ്പങ്ങളെ അതിജീവിക്കുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആർക്കാ ജീവിതം ഉള്ളത്? ഇപ്പൊ ഓരോരോ പ്രാവശ്യം വരുന്ന അസുഖങ്ങള്, പകർച്ചവ്യാധികള്, നമ്മളറിയാതെ വരുന്ന പല രോഗങ്ങൾ, ഇപ്പോൾ പ്രമേഹം, പ്രഷറ്, മറ്റ് അവയവങ്ങൾക്ക് വരുന്ന രോഗങ്ങള്,
ചിലപ്പോഴും നമ്മളൊന്നും അറിയാറില്ല. ഇങ്ങനെ നമ്മൾ അതിജീവിക്കാനായിട്ട് പഠിക്കുകയാണ്. അതിജീവിക്കാൻ സമൂഹത്തിന്റെ സപ്പോർട്ട് വേണം നമുക്ക്, മനുഷ്യത്വം വേണം അവരുടെ. അങ്ങനെയാണ് നമുക്ക് എക്സിസ്റ്റൻസ്, നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ അവരറിയാതെ അവർക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ അറിവുണ്ട്, നമുക്ക് സംഗതികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ ഈ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എത്തിയോ, നമ്മൾ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയ എന്തൊക്കെ കാര്യങ്ങൾ അകത്തുണ്ടോ, അതെല്ലാം ഉപയോഗിച്ച് പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് തലച്ചോറുകൊണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു, ആര്, എന്തെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇതെന്താ ഞാനിങ്ങനെ പറയാൻ കാരണം, തലച്ചോറിന് കുഴപ്പം പറ്റിയൊരു മദ്യാസക്തൻ ഉണ്ടല്ലോ, വെറും കാറ്റിലെ അപ്പൂപ്പൻ താടി പോലെ എങ്ങനെ പറന്നു നടക്കുക. ഈ ചോദ്യങ്ങൾ പ്രസക്തി ഇല്ലാതാവും. അതാണ് വാട്ട് ഈസ് ലൈഫ് എന്നുള്ള സംഗതി അയാളുടെ തലച്ചോറിൽ കൂടി ഓടാതെ വെറുതെ മദ്യത്തിന്റെ പുറകെ തന്നെ രാവിലെ മുതലുള്ള ചിന്തയായിട്ട് അയാൾ ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നിൽക്കുവാണ്. അയാൾ എഴുന്നേറ്റ ഉടനെ തന്നെ മദ്യം കിട്ടുമെന്നുള്ള ചിന്തയെക്കുറിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന ആളാണ് അയാൾ, സങ്കടപ്പെടുന്ന ആളാണ് അയാൾ. കാരണം അത്രമാത്രം അയാളുടെ ശരീരത്തെയും അയാളുടെ മനസ്സിനെ അത് കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒബ്റ്റൈനിങ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, അതാണ് ആദ്യത്തെ അയാളുടെ ചിന്ത തന്നെ. നമ്മുടെ ഈ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മേന്മയുണ്ടെങ്കിൽ നമ്മളെ തലച്ചോറിന് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ, സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിന് അനുകൂലമായ കാര്യങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മദ്യാസക്തന്റെ ഒരു ജീവിതം എടുത്ത് നോക്കുക. അയാളുടെ വീട്ടിൽ എന്താണ്, വീട്ടിലെ ബന്ധങ്ങൾ എന്താണ്, അയാളുടെ ജോലി സ്ഥലത്തെ ബന്ധമാണ്, അയാളുടെ അയൽവക്കക്കാരായിട്ടുള്ള ബന്ധം എന്താണ്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പകുതി ആളെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ യാഥാർത്ഥ്യബോധവും ബന്ധങ്ങളുടെ മഹത്വവും, അതുപോലെ തന്നെ അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ, അയാളുടെ മനസ്സിന്റെ അവസ്ഥ, 4 കാര്യങ്ങൾ, അതിബൃഹത്തായ 4 കാര്യങ്ങൾ അയാളുടെ തലയിൽ കൂടി ഓടുന്നില്ല. വെറുതെ അയാള് മദ്യം, അത് കഴിക്കാനുള്ള പൈസ, അത് എപ്പോൾ കിട്ടും, എവിടെ കിട്ടും, അത് ഉപയോഗിച്ചിട്ട് പിന്നെ വരുന്ന കുറച്ച് സമയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെലവാക്കും, എന്നിട്ട് മാത്രമേ അയാൾ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. പലപ്പോഴും ചില ആൾക്കാർ ജോലി ചെയ്യാൻ പോകുന്നത് മദ്യം വാങ്ങിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആ തരത്തിലേക്ക് അയാളുടെ ബുദ്ധി കൊണ്ടും അയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ടും അയാള്, ഞാൻ പറഞ്ഞില്ലേ, അടിമയായിപ്പോയി, ഡിപ്പെൻഡന്റ് ആയിപ്പോയി. അപ്പോൾ അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡ്, ഒരു പ്രതിഫലം, അയാൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു പ്രതിഫലം, അത് ഞാൻ എന്തോ ഭയങ്കര സംഭവമായി, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ ഭയങ്കര കേമനാണ്, എൻ്റെ കുടിക്കാനുള്ള സാമർഥ്യം, എൻ്റെ കഴിവിനെ പ്രശംസിച്ചിട്ടുണ്ട്, മറ്റുള്ളവരോട് ഞാൻ എന്തെല്ലാം തമാശകൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള പാഷൻ, സന്തോഷ ദിനങ്ങൾ, ഇതൊക്കെയാണ് അയാളുടെ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് അയാളുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോ ഇതിൽ വേറെ സംഗതി, ഈ ആൽക്കഹോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആൽക്കഹോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വായിൽ നിന്നും പോലും, ഇതുവരെയായിട്ടും വായിൽ നിന്നൊരു വെള്ളം പോലും സാധാരണ വലിച്ചെടുക്കാൻ ശരീരത്തിന് ശക്തിയില്ലാത്തൊരു അതാണ് നമ്മൾ പറയുമ്പോൾ. പല വസ്തുക്കളെ പറ്റി നമ്മൾ പറയും, പക്ഷെ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ വെള്ളം വായിൽ നിന്ന് വലിച്ചെടുക്കില്ല. പക്ഷെ നിങ്ങൾ മദ്യം കഴിച്ചാൽ മദ്യത്തെ നിങ്ങളുടെ വായിൽ നിന്ന് വലിച്ചെടുക്കും. അത്രമാത്രം അതിന് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാനും അതിയായിട്ടുള്ള എന്തോ ഒരു പരിപാടിയുണ്ട്. സാധാരണ ഇപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ കുടലിൽ നിന്നൊക്കെയാണ്, ആമാശയത്തിന് കുടലിൽ നിന്നാണ് ഉള്ളിലേക്ക് കയറുന്നത്, ശരീരത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ മദ്യം കഴിച്ചാൽ അന്നനാളത്തിൽ നിന്ന് തന്നെ അത് വലിച്ചെടുത്ത് തലച്ചോറിലെത്തിക്കും.
അതുകൊണ്ടാണ് മിനിറ്റുകൾക്കുള്ളിൽ അത് ഫീൽ ചെയ്യുന്നതിന്റെ കാരണം. അത് ചെന്ന് കഴിഞ്ഞാൽ തലച്ചോറിൽ ചെന്നാൽ തലച്ചോറിന് അതിന് ഇൻസുലേഷൻ കൊടുക്കുന്ന സാധനമുണ്ട്. നമ്മളൊരു വയറ് ഷോർട്ടാകാതിരിക്കാൻ എന്താ ഇൻസുലേഷൻ വേണം. അപ്പൊ ആ ഇൻസുലേഷൻ ചെയ്യുന്ന ഈ തലച്ചോറിലെ നെർവുകൾ, ഞരമ്പുകൾ, തലച്ചോറ് മൊത്തം അതിനെ ഇൻസുലേഷൻ ചെയ്യുന്ന സാധനത്തിന്റെ പേര്, അത് വെളുത്തിരിക്കും. ആ വെളുത്ത സാധനത്തിന്റെ പേര് മയലിൻ എന്ന് പറയും. മയലിൻ. ഈ മയലിന്റെ സംഗതി എന്താണെന്ന് വെച്ചാല് ഒരു പ്രൊട്ടക്ഷനാണ് തലച്ചോറിന്. അപ്പോൾ അതിന്റെ അടിഭാഗത്ത് കൂടി നല്ലോണം ഈ ഇലക്ട്രിസിറ്റി കടന്നു പോകും. സൂപ്പർഫിഷ്യലായിട്ട് വലിയ പ്രശ്നമില്ല. അതിന്റെ ഉള്ളിൽ കൂടി റാപ്പിഡായിട്ട് കണ്ടക്ഷൻ നടക്കും. അതുപോലെ തന്നെ ഇത് ടോക്സിസിറ്റി, വിഷാംശം ഉണ്ടാക്കുന്നുണ്ട് തലച്ചോറില്. ഇത് മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു വിഷവസ്തുവായിട്ട് മാറും. അസറ്റാൽഡിഹൈഡ്. ഒരാൾ മദ്യം കഴിച്ച് ഛർദ്ദിക്കുന്ന എന്നുള്ളത് ഈ അസറ്റാൽഡിഹൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായി കഴിഞ്ഞാൽ ഛർദിയായിരിക്കും. അളവിൽ കൂടുതൽ മദ്യം കഴിച്ചാൽ പെട്ടെന്ന് ഛർദ്ദിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ചില ആൾക്ക് അന്നനാളത്തിലും ആമാശയത്തിലും നേരത്തെ കുടിച്ചതിന്റെ ഇഫക്റ്റ് കൊണ്ട് അൾസർ ഉണ്ടാവും. അൾസർ ഉണ്ടായിട്ടും വോമിറ്റിംഗ് ഒക്കെ വരാം. പിന്നെ മദ്യം കടന്നു പോകുന്ന ചില സ്ഥലത്ത് ഈ തലച്ചോറ് ചുരുങ്ങിപ്പോവും, അട്രോഫി അടിക്കുക എന്ന് പറയും. അതൊക്കെ MRI ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരിക്കൽ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്ന് ഒരുത്തനെ MRI എടുത്തപ്പോ അട്രോഫി അടിച്ചിരുന്നു, തലച്ചോറ് അട്രോഫിയൊക്കെ അടിച്ചിരുന്നു. എന്തെല്ലാം വർത്താനങ്ങൾ, എന്തെല്ലാം കുഴപ്പങ്ങളൊക്കെ കാണിച്ചറിയാം. നമ്മളെ ചികിത്സിച്ച നമ്മളെ തന്നെ അവൻ പേടിപ്പിച്ചു കഴിഞ്ഞു. അത്ര ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട്. തലച്ചോറ് അട്രോഫി അടിച്ചു പോയിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളില് സർക്യൂട്ട് ഉണ്ട്. അതുപോലെ പലതരം ഇന്റർ കണക്ഷൻ. തലച്ചോറിന്റെ ഓരോ ഭാഗത്തും ഓരോ കണക്ഷനാണ്. ഇപ്പൊ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലുള്ളത് നമുക്ക് സാമൂഹ്യ ബോധം, സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നത്. മറ്റുള്ളവർ ഇപ്പൊ പരസ്യമായിട്ട് റോഡിൽ നിന്നൊരാൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അയാൾക്ക് ആന്റി സോഷ്യൽ ബിഹേവിയർ, സാമൂഹ്യ വിരുദ്ധ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മദ്യാസക്തൻ അങ്ങനെയൊക്കെ ചെയ്ത് കളയും. റോഡിന്റെ നടുക്ക് നിന്ന് മൂത്രമൊഴിക്കലോ അതൊക്കെ എന്താണ് തോന്നുന്നത് അതൊക്കെ അയാൾ ചെയ്യും. സമൂഹത്തിന് അങ്ങനെ എതിരുണ്ടോ എന്നൊന്നും അയാൾ നോക്കാറില്ല. വേണമെങ്കിൽ തെറി വിളിക്കും. തെറി വിളിക്കാൻ സാധാരണ നമ്മൾ ധൈര്യപ്പെടാറില്ല, സമൂഹത്തിനോട് പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം, സമൂഹത്തിനെതിരായിട്ടുള്ള സംസാരവും പ്രവൃത്തിയും, അതൊക്കെ തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബ് ചെയ്യുന്ന പരിപാടിയാണ്. തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബാണ് നമ്മളെ നല്ല മനുഷ്യരാക്കുന്നത്. സാമൂഹ്യ ബോധം മാത്രമല്ല, നന്മ ചെയ്യുന്ന മനുഷ്യരാക്കുന്നത്, മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുന്ന മനുഷ്യരാക്കുന്നത്, സ്നേഹം കൊടുക്കുന്ന മനുഷ്യരാക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്ന, സഹാനുഭൂതി ത്യാഗം ചെയ്യുന്ന മനുഷ്യരാക്കുന്നതാണ് തലച്ചോറിന്റെ. അതുപോലെ നമ്മൾ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുക, അതിനെ വിലയിരുത്തുക, അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക, ഇതൊക്കെ ബുദ്ധിപരമായ കാര്യങ്ങളാണ്. അതും ചെയ്യുന്നത് ഈ ഫ്രോണ്ടൽ ലോബാണ്. ഇപ്പൊ തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബ് നശിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതുകൊണ്ടാണ് മദ്യം കഴിച്ച ഉടനെ ഒരാൾക്ക് അസഭ്യങ്ങളൊക്കെ പറയാനും ഇങ്ങനെയുള്ള നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നതൊക്കെ അതുകൊണ്ട്. അപ്പൊ ഇത് തലച്ചോറിന്റെ രോഗമാണെന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ അതിന് താഴെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ടെമ്പറൽ ലോബ് ഈ ഭാഗമാണ് നമുക്ക് വൈകാരികമായിട്ടുള്ള ഈ ദേഷ്യം, ഭയം, അതുപോലെ കൊലപാതകം നടത്താനുള്ള പരിപാടി. ടെമ്പറൽ ലോബില് ഒരു ട്യൂമർ ഉണ്ടായ ഒരു പയ്യൻ, ഒരു വലിയ വളർച്ച, ഒരു ഗ്രോത്ത് ഉണ്ടായ ഒരു പയ്യൻ തോക്കുമായിട്ട് പോയിട്ട് അവന്റെ ക്ലാസ്സിലെ കുട്ടികളെ, അധ്യാപകരെയൊക്കെ വെടിവെച്ച് വന്നു. നിങ്ങളും അമേരിക്കയിലെ നടന്ന ഈ സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ടെമ്പറൽ ലോബ് അപസ്മാരം ഉണ്ടാകാം. ടെമ്പറൽ ലോബിൽ കേടുപറ്റി കഴിഞ്ഞാൽ കൊലപാതകം നടക്കാം, ഭയപ്പെട്ട് രോഗിയായിട്ട് മാറാം.
ഇമോഷണൽ അൺകൺട്രോളബിൾ ആയിരിക്കും. മറ്റ് ലിംബിക് ലോബ് എന്ന് പറഞ്ഞാൽ ലിംബിക് ലോബ്, അത് ലിംബിക് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഉൾഭാഗത്ത് ഉള്ളൊരു സംഗതിയാണ്. വൈകാരിക അവസ്ഥകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവിടെയാണ്. ആ കൺട്രോളൊക്കെ കംപ്ലീറ്റ് പോയിട്ട് മാനസിക രോഗം വരും, ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ വരും. ഈ ലിംബിക് ലോബിൽ കൂടി മദ്യം കയറി ഇറങ്ങി പോവും. അപ്പോഴാണ് പല ആൾക്കാർക്കും വയലന്റ് ആവുന്നതും വലിയ മറ്റു പല ഭീകര രോഗങ്ങളൊക്കെ വരുന്നതൊക്കെ അതിൽ കൂടെയാണ്. ഇത് ഇപ്പൊ ഞാൻ തലച്ചോറിനെ പറ്റി പറഞ്ഞു തന്നെ സമയം കളയുന്നില്ല. മറ്റ് രോഗാവസ്ഥകളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ എന്താണ് നമ്മളെ ചികിത്സയെ പറ്റി പറയാതിരുന്നാൽ കാര്യമില്ല. അപ്പൊ നമ്മൾ ചികിത്സയിൽ കാര്യമായിട്ട് നമ്മൾ പറയണ്ട സ്റ്റോപ്പ് അറ്റാക്കിങ് യു. നീ നിന്നെ തന്നെ ആക്രമിക്കുന്നത് നിർത്തുക എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് അറ്റാക്കിങ് യു. നീ നിന്നെ തന്നെ ആക്രമിക്കുന്നത് നീ നിർത്തിവെക്കുക. ഇനഫ് മതി. ഇതാണ് 24 hour പ്രോഗ്രാം. അങ്ങനെ 24 മണിക്കൂർ വീതം വിട്ടു നിന്ന് കഴിഞ്ഞാൽ സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ പറയണ 90 ദിവസം കഴിയുമ്പോൾ തന്നെ തലച്ചോറിന് വളരെ ശാന്തി കിട്ടും, ഉറക്കമൊക്കെ ശരിയാവും, ചിന്തകളൊക്കെ ശരിയായി കുറേശ്ശെ വരും. പക്ഷെ രോഗം അങ്ങ് കംപ്ലീറ്റ് മാറിപ്പോയെന്ന് അർത്ഥമൊന്നുമില്ല. ആ അവസ്ഥ നിലനിന്നാല് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. ജീവിതത്തെ ഈ സമയം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. അതേസമയം ആ അവസ്ഥയെ കളഞ്ഞു കുളിച്ച് വീണ്ടും പുനർപതനത്തിലേക്ക് പോകുന്ന ആൾക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാനായിട്ടൊന്നും തലച്ചോറിന് കേടുപറ്റി വളരെ മോശം അവസ്ഥയിലേക്ക് അയാൾ പോകും. അവയവങ്ങൾക്ക് കുഴപ്പം പറ്റിയ അയാൾ വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. അപ്പൊ മാറ്റത്തെ സ്വീകരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ. മാറ്റത്തെ സ്വീകരിക്കുക. മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടോപ്പിക്കാണ്. മാറ്റം അടിമുടി മാറ്റാണ്. ഈ തലച്ചോറിന് ഇങ്ങനെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അടിമുടി മാറ്റം. കാരണം അയാൾ കൂടുതൽ ഇന്റലിജന്റ് ആവും. ഇതുവരെ അയാൾ ഈ സർക്കസിലെ ബഫൂണിനെ പോലെ ഉള്ള കളികൾ കളിച്ച് നടക്കുമായിരുന്നു. ആളാകാനുള്ള പരിപാടികളായിരുന്നു, അഹന്തയായിരുന്നു അയാൾക്ക്. അതൊക്കെ മാറ്റിവെച്ച് അയാൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാം. ജനറൽ ഇന്റലിജൻസ്. പല കാര്യങ്ങൾക്ക് അയാൾ വലിയ മിടുക്കനൊക്കെ ആയിരിക്കും. ഇപ്പൊ അയാൾക്ക് പ്ലംബിങ്ങിന്റെ വർക്ക് അറിയാം, അല്ലെ കല്ല് വെട്ടുന്ന പണി അറിയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി ഓടിക്കുന്ന പണി അറിയാം. അതൊക്കെ ചിലപ്പോൾ ചെയ്യും നല്ല ഭംഗിയായിട്ട്. അതാണ് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാല്. അത് വെച്ചാൽ നമ്മള് ചെയ്ത് പരിശീലിച്ച് ചെയ്ത പല പണികളും നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ചെയ്തു പോകും. എന്ന് വിചാരിച്ച അയാള് മിടുക്കനാണെന്ന് അർത്ഥമില്ല. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് വലിയൊരു ആക്സിഡന്റിലേക്ക് പോകാം, മരണത്തിലേക്ക് പോകാം, അനവധി ആളുകളുടെ മരണത്തിനിടയാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ പലപ്പോഴും അയാള് ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്, മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ആദ്യത്തെ തെളിവായിട്ട് മനസ്സിലാക്കും മദ്യപാന രോഗിയാന്നുള്ളത്. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല. അത് എനിക്കറിയാൻ പാടില്ല എന്താണ് ഈ ഡോക്ടർമാർ തന്നെ അങ്ങനെ ആ പൊട്ടത്തരത്തിന് നിന്ന് കൊടുക്കണം എന്തിനാണെന്നറിയോ. ലോകത്ത് എല്ലാ സ്ഥലത്തും നിയമം പറയുന്നത് വെച്ചാല് മദ്യം കഴിച്ച ഒരാൾ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാല് അത് ഒരു നിയമവിരുദ്ധമല്ല. അയാളെ അറിയുന്നില്ല, അതിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന വരും വരായികളെ അറിയുന്നില്ല, മറ്റുള്ളവർക്ക് വരാൻ പോകുന്ന മരണം വരെയുള്ള സാധ്യതകളെ അറിയുന്നില്ല. അയാൾ നിയമത്തെ ലംഘിക്കുന്നു, നിസ്സാരമാക്കുന്നു. ഇങ്ങനെയൊക്കെ തലച്ചോറ് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ സബ്നോർമൽ ഇന്റലിജൻസ്, അയാൾ സാമൂഹ്യ വിരുദ്ധനാണ്, അയാളുടെ ബുദ്ധിശക്തിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ്. പക്ഷെ നമ്മള് എത്ര പേരത് ഇങ്ങനെ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുന്നതിന് അതെന്തുകൊണ്ടാണ്?
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വരും വരായികകൾ അറിഞ്ഞിട്ടും അതിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുക. അത് ജയിലിൽ പോകുന്ന ഒരു പരിപാടിയാണത്. വലിയ വലിയ ശിക്ഷയാണ് അതിന്. പിന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. അതിൻ്റെ ചികിത്സാ പരിപാടിയിൽ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും, ഞങ്ങൾ കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങൾ കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് കാലുകളും നമ്മുടെ എല്ലാ ഭാരവും താങ്ങി, ശരീരത്തെ താങ്ങി ചലിപ്പിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിന്റെ ഭാഗമാണത്. അപ്പൊ ജീവിതം അങ്ങനെ നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് താങ്ങുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ കൃത്രിമ കാലുണ്ടല്ലോ, കൃത്രിമ കാലല്ല, അയാൾക്ക് ശരിക്കും ഇത് പ്രോഗ്രാം രണ്ട് ഒറിജിനൽ കാലുകൾക്ക് തുല്യമായ രണ്ട് കാലുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അത് ഇവിടെ വരുന്നവര് പുതുമക്കാർ സ്വീകരിക്കോ അല്ലെങ്കിൽ പഴമക്കാരും അത് സ്വീകരിക്കോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിലൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കാലാണ്. അവർക്ക് വെച്ച് പിടിപ്പിക്കുന്നത് ആധുനികമായിട്ടുള്ള അറിവുകൾ. ആ അറിവുകൾ സ്വന്തം ഈ കേടുപറ്റ ഈ തലച്ചോറിൽ കൂടി തന്നെ, തലച്ചോറിനെ രക്ഷപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ തിരിച്ചറിവായിട്ട്, അതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇൻസൈറ്റ് അതൊരു വലിയ ഒരു പ്രകാശമാണ്. അതൊരു ഉൾക്കാഴ്ചയായിട്ട് ഞാൻ ആരാണ്, എനിക്ക് ഞാൻ ആരാണ്, എനിക്ക് എൻ്റെ വില എത്രയുണ്ട്, എനിക്ക് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും വേണ്ടി എൻ്റെ വില എത്രയാണ്. അപ്പൊ അവിടെ സെൽഫ്, ഈ സെൽഫിന്റെ പ്രാധാന്യം എന്താണെന്ന് അയാളിങ്ങനെ ഈ അപ്പൂപ്പൻ താടി പോലെ നടന്ന സമയത്ത് ഞാൻ അതിനെന്താണ് വിലയുള്ളതെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. അയാളിങ്ങനെ വെറുതെ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ, അങ്ങനെ എത്രയോ ആളുകൾ സ്വന്തം പണമൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു. പല ആളുകൾ എനിക്കറിയാവുന്നൊരു മദ്യാസക്തനെ കൊണ്ട് മറ്റേ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചാർജുള്ള സമയത്ത് ഒരു ഭാര്യയും മകനും കൂടി അവരുടെ ഭർത്താവിനെ കൊണ്ട് വന്നിരുന്നു. അപ്പൊ ഈ മകൻ വളരെ സൗമ്യനായിട്ടുള്ളൊരു പയ്യന്, വളരെ പേടിച്ച് അനുസരണയോടുകൂടി ആ മകനോട് നിൽക്കുക. ഈ ഭാര്യയ്ക്കും വളരെയധികം സങ്കടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധിയുണ്ടോ ഭാര്യയ്ക്ക്? 8 ഏക്കർ സ്ഥലം റോഡിന്റെ അരികിൽ, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം. അദ്ദേഹം ഓരോ വർഷവും ഒരു 1/2 ഏക്കർ 1 ഏക്കർ സ്ഥലം വീതം വിൽക്കും. വിറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പഴയ വീടുണ്ട്. ആ പഴയ വീട്ടില് കുറെ മദ്യപാനികളെ വിളിച്ചു വരുത്തി ആ പണം തീരുന്നവരെ ആഘോഷമാണ്, മദ്യത്തിന്റെ ആഘോഷം. രാത്രി ഉറക്കമില്ലാത്ത രാത്രികൾ, ആഘോഷം, പാട്ടും ഡാൻസും ഒക്കെ കൂടിയുള്ള ആഘോഷങ്ങൾ. പിന്നെ പണം വാരി വെതറുക, പണം വാരി കയ്യിൽ ഇങ്ങനെ നോട്ട് വാരി കൂട്ടി എടുത്ത് സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ദാനധർമ്മം ചെയ്യണം. അങ്ങനെ ഈ 8 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് തീർന്നു പോലെ. അങ്ങനെ ഭാര്യ കഥകളൊക്കെ പറഞ്ഞു. ഇയാള് അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ ഈ പണമൊക്കെ തീർന്നു പോകും. കുടിയും ഈ ഡാൻസും പണം വാരിക്കൊടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ബാക്കി അവസാനിച്ചത് 1.5 ഏക്കർ സ്ഥലമാണ്. ആ 1.5 ഏക്കർ സ്ഥലത്ത് ആണ് ഈ ഭാര്യയും മറ്റു മക്കള്, മൂത്ത മകനാണ് കുറച്ച് വിവരമൊക്കെ ഉള്ളത്, മറ്റൊക്കെ ചെറിയ മക്കളാണ്. അപ്പൊ നിങ്ങൾ വന്ന് പറഞ്ഞ് ഞങ്ങള് എന്ത് ചെയ്യും? ശരിക്കും അവരുദ്ദേശിച്ചത് ഇയാൾ എത്ര കാലം ഇനി ജീവിച്ചിരിക്കും,
ഇയാൾ ഉടനെ മരിക്കുമോ എന്നുള്ളതൊക്കെയാണ് അവരാഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലായി. കാരണം അയാളുടെ സ്വഭാവം അത്രമാത്രം വളരെ അപകടത്തിലായിരുന്നു. മദ്യത്തോടുള്ള ആർത്തി കൊണ്ട് അയാൾ ഇങ്ങനെ ഈ ഒരേ ഒരു വരുമാനം, ഈ സ്ഥലം അതിങ്ങനെ വിൽക്കുകയും അതിങ്ങനെ ഇട്ട് പൊടിച്ചു കളയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇയാളിപ്പോ ശാരീരികമായിട്ട് ഒത്തിരി ആവശ്യതകളൊക്കെ ഇയാൾക്കുണ്ട്. പക്ഷെ ഇയാളുടെ മദ്യപാന രോഗത്തിന്റെ ഉള്ളിലുള്ള അയാളുടെ ആർത്തിയും അതിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് ഇയാൾക്ക് ഇത് നിർത്താൻ പറ്റാതെ സ്വന്തം പണത്തിന്റെ കാര്യത്തെ പറ്റി ആലോചിക്കാനും പോലും അയാൾക്ക് കഴിയുന്നില്ല. മറ്റുള്ളവർ അയാൾ വലിയൊരു ഭയങ്കര മനുഷ്യനാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ മദ്യപാനത്തിന്റെ ഉള്ളിലെ സ്വഭാവത്തിന്റെ കുഴപ്പമാണിത്. അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് മദ്യാസക്ത രോഗിയുടെ സ്വഭാവം. അനിയന്ത്രിതവും അസാധാരണവുമാണ്, ആവർത്തന വിധേയവുമാണത്. അതിനൊരു സംശയമൊന്നുമില്ല. അപ്പൊ ഈ കാലുകൾ നഷ്ടപ്പെട്ട അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. കാലുകൾ നഷ്ടപ്പെട്ടതിൽ ഒന്ന് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായം, തിരിച്ചറിവിന്റെ, സ്വയം മനസ്സിലാക്കലിന്റെ, അതായത് ഉൾക്കാഴ്ചയുടെ എന്നാണ്. ഈ ഉൾക്കാഴ്ച ഇല്ലാത്തൊരു ആളാണ് ഞാൻ ഈ പറഞ്ഞ ആള്, സ്ഥലം വിറ്റ ആള്. മറ്റൊന്ന് ആത്മീയ ബോധം. ആത്മീയ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആത്മീയ ബോധം? ഉപദ്രവമില്ലായ്മയാണ് ആത്മീയ ബോധം. ഉപദ്രവമില്ലായ്മ ഒന്നാമത്തെ സംഗതി അതാണ്. ഒരാൾ അയാളെ തന്നെ ഉപദ്രവിക്കുന്ന ഒരാളാണ്, അയാൾക്ക് എന്ത് ആത്മീയ ബോധം? എവിടുത്തെ ആത്മീയത അയാൾക്കുള്ളൂ? അയാളെ ഉപദ്രവിച്ച അയാൾ ഭയങ്കര കുഴപ്പക്കാരനായി മാറൂലേ? അപ്പൊ അയാളെ ഉപദ്രവിക്കുക, കൂടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുക എന്നുള്ള ആ കാഴ്ചപ്പാട് അയാൾ മാറ്റി ആ ഉപദ്രവങ്ങളിൽ നിന്ന് അയാൾക്ക് വിട്ടു നിൽക്കാനുള്ള കഴിവ് വേണം. ആ മദ്യം കഴിക്കുന്നത് അയാളുടെ തലച്ചോറിനും അയാളുടെ ആരോഗ്യത്തിനും അയാളുടെ കൂടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവത്തിലേക്ക് അത് മാറുന്നുള്ള ഒരു കാര്യം അയാൾ ശാസ്ത്രീയമായി അറിയുകയും ചെയ്യണം. ആ ശാസ്ത്രബോധം അയാൾക്ക് ആത്മീയ ബോധം ഉണ്ടാക്കും. അതാണ് രണ്ട് കാലുകൾ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു കാല്. രണ്ടാമത്തേത് മനുഷ്യത്വം എന്നുള്ളതാണ്. കരുണ, സ്നേഹം, ഉപദ്രവമില്ലായ്മ, ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണ് ഒരാളെ മനുഷ്യരാക്കി മാറ്റുന്ന സംഗതികൾ. അപ്പോ ഇതിനെപ്പറ്റി നമ്മുടെ അമേരിക്കയിലെ ഈ മദ്യാസക്ത രോഗത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ ഞാനിപ്പോ പറയാണ്. അദ്ദേഹം പറഞ്ഞു, പല ആളുകൾക്കും സ്വന്തം തലച്ചോറ്, ബുദ്ധിശക്തിയുണ്ട്, കഴിവുണ്ട് എന്നൊക്കെ, നല്ലതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ കഴിവുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവർക്കില്ലാതെ പോകുന്ന ഒരു കാര്യം, നമ്മളെ ബുദ്ധിശക്തിയെയും അതുപോലെ നമ്മുടെ കഴിവുകളെയും കൂട്ടിയിണക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആത്മീയ ബോധം, ആത്മീയമായിട്ടുള്ള നമ്മുടെ കഴിവുണ്ട് നമുക്ക്. ആ കഴിവ് അഹന്തയായിട്ട് മാറിയാലോ അത് മറ്റുള്ളവർക്കും അയാൾക്കും കുഴപ്പമുണ്ടാക്കും. അപ്പൊ ഈ കഴിവിനെയും അതുപോലെ ബുദ്ധിശക്തിയെയും കൂട്ടിയിണക്കുന്ന നടുക്കുള്ളൊരു കഷ്ണം ഉണ്ട്, നടുക്കഷ്ണം. അതാണ് ആത്മീയ ബോധം. ആത്മീയമായിട്ടുള്ള അറിവ്, ആത്മീയമായിട്ടുള്ള മേന്മ എല്ലാം അത് തന്നെയാണ്. ഇപ്പൊ ഒരു മത്സ്യത്തിന് തലയുണ്ട്, വാലുണ്ട്. തലയുള്ളത് കൊണ്ടാണ് അത് ഏത് ഡയറക്ഷനിൽ പോകണമെന്നും ഒക്കെ ചിന്തിച്ച് വാലിനോട് പറയും. വാല് ആ കഴിവ് സൃഷ്ടിച്ചു കൊടുക്കുന്നു, ചലിക്കാനുള്ള ശക്തി. പക്ഷെ ഇതിന്റെ നടുക്കഷ്ണം ഉണ്ടല്ലോ, അതാണ് ആത്മീയ ബോധം. താൻ ആരാണെന്ന് അറിഞ്ഞിരിക്കുക, എവിടെയാണെന്ന്, അല്ലെങ്കിൽ വേറെ മീനിന്റെ വയറ്റിലേക്ക് പോകും. അപ്പൊ ആത്മീയ ബോധം അത്
അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നത്. അത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിൽ ഇഷ്ടംപോലെ അത് കിട്ടും. എയിൽ വന്നവര് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വയം നല്ലവരാകുക എന്ന് പറയുന്നുണ്ട് ബിഗ് ബുക്കിൽ. സ്വയം നല്ലവരായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഞാൻ സ്വയം നല്ലവനാകുന്നു, ഞാൻ അതിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹന്തയൊന്നും അല്ല അത്. അയാൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം അയാൾ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അയാൾ ബുദ്ധിയുള്ള ഒരാളായി മാറുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ അയാൾ മറ്റു ലഹരി വസ്തുക്കളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നു. മദ്യം മറ്റു ലഹരിയിലേക്കൊക്കെ ഒരു പാലം ഉണ്ടാക്കി അതിലേക്ക് നടന്നു പോകാൻ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. മദ്യം മറ്റു ലഹരി എളുപ്പത്തിൽ സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതുപോലെ ഒരു നല്ല വാക്കാണ്, നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 3 വാക്കുകൾ പൊതുജനം ഉപയോഗിക്കുന്ന വാക്കാണ്. ആ പൊതുജനം അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എയിലെത്തുമ്പോഴാണ്. പൊതുജനം ഒരു മദ്യാസക്തനെ പറ്റി പറയുന്നു, അതവർക്ക് അറിയാൻ പാടില്ലായിരുന്നിട്ടാണ്. നമ്മളുടെ ഓരോ ആൾക്കും മറ്റൊരു മദ്യാസക്തനെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനും ഉള്ള ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുണ്ട്. നമ്മൾ എല്ലാവരിലും അതുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. അപ്പൊ അത് ആ 3 വാക്കുകൾ, ജനം പറയുന്ന 3 വാക്ക് എന്താണെന്നറിയാവോ? അവൻ ഭ്രാന്തനാണ്, മാഡ്, ഹീസ് മാഡ്. അത് മലയാളത്തിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ നല്ല രസം. അതാണ് മാഡ്. അവൻ ഭ്രാന്തനാണ്. പക്ഷെ ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അത്ര എന്തെങ്കിലും ഒരു അറിവിന്റെ ഒരു ചെറിയ വെളിച്ചം അവരുടെ തലയിലും അവരുടെ അറിവിലും ഓടിയിട്ടുണ്ടോ? ഹീസ് മാഡ്. അല്ലെങ്കിൽ അവർക്ക് പറയാം ഹീസ് ബാഡ്, അവൻ മോശക്കാരനാണ്. അല്ലെങ്കിൽ പറയാം അവൻ ഹീസ് സാഡ്, അവൻ എപ്പോഴും സങ്കടത്തിലാണ്. ഇതെല്ലാം തന്നെ മദ്യാസക്ത രോഗം തലച്ചോറിലുണ്ടാക്കുന്ന രോഗമാണത്. ഇറ്റ് ഈസ് സയന്റിഫിക്, ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആണ് ഒരു കാല് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രമാണ് അതിന്റെ മുകളിലാണ് ഇത് ഉറപ്പിച്ചേക്കണത്. അത് ഏകാരം അറിഞ്ഞില്ലേ വേറെ ആരാ അറിയണ്ടേ? അതുകൊണ്ടാണ് ജനത്തിന് മാഡ്, ബാഡ്, സാഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്രെയിൻ ഡിസീസ്. അത് ആ തലച്ചോറിലെ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ 24 മണിക്കൂർ പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത്. അതിന്റെ ആ മാർഗം എന്താണ്? അബ്സ്റ്റിനൻസ്. അതിന്റെ മരുന്ന് അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കലാണ്. ആ വിട്ടുനിൽക്കൽ ശക്തി ഉണ്ടാകാനും അത് സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ ആണെന്ന് തോന്നിപ്പിക്കാനും സ്നേഹവും സൗഹൃദവും ഉറപ്പ്, മനുഷ്യത്വം, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കള് ഒരാളെ കൂട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ അയാൾക്ക് ചികിത്സയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അയാൾക്ക് മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ പറ്റും. സ്നേഹം, അതുപോലെ വാത്സല്യം, ബുദ്ധിശക്തി, സാമൂഹ്യമായിട്ടുള്ള ബോധം, അതുപോലെ കുടുംബത്തിന്റെ സപ്പോർട്ട്, വൈദ്യശാസ്ത്രത്തിന്റെ സഹായം, ഇതൊക്കെ എത്ര വിലപ്പെട്ടതാന്നൊക്കെ അയാൾ മനസ്സിലാക്കണമെങ്കിൽ മദ്യം നിർത്തി കുറെ ദിവസമെങ്കിലും അയാൾ ഈ മേഖലയിൽ മനസ്സിലാക്കണം കാര്യങ്ങൾ. അതുകൂടാതെ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പോൾ 3 തരം ചികിത്സ എപ്പോഴും നമ്മൾ മറന്നു പോവാതെ നമ്മൾ, ഒന്നാമത്തെ ചികിത്സ മദ്യത്തെ ഒഴിവാക്കി നിർത്തലാണ്. അതാണ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രീറ്റ്മെന്റ്. അതാണ് നമ്മുടെ 24 മണിക്കൂർ പ്രോഗ്രാം. മദ്യം തലച്ചോറിൽ എത്തുന്നിടത്തോളം നമ്മുടെ ജീവിതം, ഞാൻ പറഞ്ഞ നിർവചനം ഉണ്ടല്ലോ, ക്രോണിക്, ഒരായുഷ്കാല രോഗം, പ്രോഗ്രസീവ്, മുന്നോട്ട് പോകുന്ന രോഗം, ബ്രെയിൻ ഡിസീസ്, റിലാപ്സിങ് ബ്രെയിൻ ഡിസീസ്, പുനർപതനം സംഭവിച്ച് തകർന്നു പോകുന്ന ഒരു തലച്ചോറിന്റെ രോഗം. അപ്പൊ ആ നിർവചനം നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതൊരു ആയുഷ്കാല രോഗമാണ്.
അപ്പോൾ ആയുഷ്കാലം ഈ മദ്യത്തെ ഒഴിവാക്കി നിർത്തലാണ് ഒന്നാമത്തെ ചികിത്സ. രണ്ടാമത്തെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം, വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പല രോഗങ്ങളെയും മദ്യം ആ അവയവങ്ങളിലൊക്കെ കടന്നു കയറി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കരളിന് രോഗം ഉണ്ടാക്കിയിട്ടുണ്ട്, വൃക്കകൾക്ക് രോഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ ലൈംഗിക അവയവങ്ങളിൽ ഈ ഈ മദ്യം കടന്നു കയറി രോഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം, പല മദ്യാസക്തർക്കും കുട്ടികൾ ഉണ്ടാകാതിരുന്നിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? മദ്യം അയാളുടെ വൃഷണങ്ങളുടെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങി അതിലെ ബീജങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കുട്ടികളില്ലാതാക്കി. അതുകൂടാതെ അയാളുടെ ഉദ്ധാരണ ശക്തി, ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണ ശക്തി എടുത്തു കളഞ്ഞു. അതോടുകൂടി അയാൾ എന്താ വിചാരിക്കണം? ഭാര്യയ്ക്ക് ഏതോ ജാരനുണ്ടായെന്നുള്ള ചിന്ത തലച്ചോറിൽ വന്നു. ഭാര്യയെ കൊല്ലണം എന്നുള്ള ചിന്ത വന്നു. സസ്പീഷൻ, മാനസിക രോഗം. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകൾ മദ്യം കഴിച്ചാൽ അവരുടെ ഗർഭപാത്രത്തിനുള്ളിലുള്ള ആ കുട്ടിയുടെ തലച്ചോറിൽ വരെ കുഴപ്പം പറ്റും. മറ്റ് അവയവങ്ങൾ, മാംസപേശികളുടെ കുഴപ്പം, തലച്ചോറിലുള്ള എല്ലാ ഞരമ്പുകളെയും ബാധിക്കുന്ന രോഗം, കാലിലേക്കും കയ്യിലേക്കും പോകുന്ന എല്ലാ ഞരമ്പുകളെയും ബാധിക്കുന്ന രോഗം. എനിക്കതിനൊക്കെയുള്ള ഉദാഹരണമുണ്ട്. എൻ്റെ ചികിത്സയുടെ ഉള്ളിൽ ഞാൻ കണ്ടുമുട്ടിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മദ്യം കാരണം ഈ ഞരമ്പുകൾക്ക് കേടുപറ്റിയിട്ട് മലമൂത്ര വിസർജ്യം പോലും കൺട്രോൾ ഇല്ലാതെ തോന്നുന്ന സ്ഥലത്ത് മലവും മൂത്രവും പോകുന്ന ആൾ മദ്യം നിർത്തിയതിന് ശേഷം അയാൾക്ക് രോഗം മാറിയത്. അതിന്റെ തെളിവാണത്. അപ്പൊ ഇത് മാരക രോഗമാണ്. മദ്യം മൂലം വരുന്ന ഒരു 1/2 ഡസനിലേറെ മാനസിക രോഗങ്ങളുണ്ട്. അതിന്റെ ചികിത്സ ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പൊ മദ്യപാനം നിർത്താനുള്ള ചികിത്സ, മദ്യം തലച്ചോറിനെ ബാധിച്ച് മാനസിക രോഗം ഉണ്ടാക്കേണ്ടത്, അതിന്റെ ചികിത്സ, അവയവങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് അത് അറസ്റ്റ് ചെയ്യണം. മദ്യം നിർത്തുന്നതോടുകൂടി ആ രോഗവും മുന്നോട്ട് പോകില്ല. ഉദാഹരണത്തിന് കരളിന് ഈവൻ കുറച്ച് ഫാറ്റി ലിവറൊക്കെ വന്ന് ലിവർ സിറോസിസ് വരെ വന്ന ആൾക്കാർ തന്നെ 20 വർഷം 25 വർഷം ആ രോഗത്തിന് ശേഷം മദ്യം കഴിക്കാതിരുന്നിട്ട് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ അവസരം കിട്ടി. മദ്യം കഴിച്ചിട്ട് രക്തസമ്മർദ്ദ രോഗം കൂടിയ ആൾക്കാരുണ്ട്, പക്ഷാഘാതം വന്നവരുണ്ട്, ഹാർട്ടിന് അറ്റാക്ക് വന്നവരുണ്ട്, ഹാർട്ടിന്റെ മസിൽ കട്ടി വെച്ചിട്ട് കുഴപ്പം വന്നവരുണ്ട്, ഹാർട്ടിന്റെ മിടിപ്പിന് തകരാറ് പറ്റിയിട്ട് കുഴപ്പമുണ്ടായവരുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ അവയവങ്ങളിലും കൂടി ഇത് കയറി ഇറങ്ങുന്നു. ഒരു 1/2 ഡസനിലേറെ ക്യാൻസർ രോഗങ്ങൾ മദ്യം കൊണ്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന അതിനെ ബാധിച്ച് തന്നെ മാനസിക രോഗം, മാറാത്ത മാനസിക രോഗത്തിന്റെ അടുത്തെത്തിച്ച് പല ആൾക്കാരും ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ച് ഇതൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് വെർണിക്കേസ് എൻകെഫലോപ്പതി എന്ന് പറഞ്ഞാൽ ഡോക്ടർ കണ്ടുപിടിച്ച രോഗമുണ്ട്. വെർണിക്കേസ് എൻകെഫലോപ്പതി, തലച്ചോറിന് നീർക്കെട്ട് വരുവാണ്. ആ നീർക്കെട്ട് വന്നിട്ട് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് വൈറ്റമിൻ B1 കുറവ് കൊണ്ട്. ഇങ്ങനെ എത്രയോ 200ഓളം രോഗങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഏറ്റവും ലളിതവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം. ഇവിടെ ഫീസ് ഇല്ല, ഡ്യൂസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് കുറച്ച് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മള് എന്താണ് അവസാനം നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് കിട്ടുന്നൊരു വലിയ വെളിച്ചമാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകാതെ ഒരു വലിയ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ആ വെളിച്ചം മറ്റുള്ളവരിലെ കൂടി നമ്മുടേതായിട്ടുള്ള ചെറിയ വെളിച്ചം എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു വലിയ വെളിച്ചത്തിന്റെ ഉള്ളിൽ നമ്മൾ എത്തിച്ചേരും. ആ വെളിച്ചം നമ്മുടെ ബോധം തന്നെയാണ്, കോൺഷ്യസ്നസ്. നമ്മുടെ സുബോധം എന്ന് പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ബോധം തന്നെ. നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നു. ബോധം എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ റിലേഷൻഷിപ്പ്, ബോധം എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധമാണ് അതിൻ്റെ അർത്ഥം.
ഒരാൾക്ക് ബോധം വേണമെങ്കിൽ ബന്ധം വേണം. കാരണം നമ്മള് ബോധത്തിന്റെ ഉള്ളില് അതെടുത്ത് വിശദമായി പരിശോധിച്ചാൽ എന്താ കാണുന്നത്? ഏത് സമയത്ത്, എപ്പോഴ്, ഏത് കാര്യം, ആരെല്ലാം, എവിടെ, ഇത്തരം കാര്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞാലാണത് ബോധമായി മാറുന്നത്. അതാണ് ബന്ധം. അപ്പൊ സ്ഥലത്തോട് ബന്ധം, സമയത്തോട് ബന്ധം, ആളുകളോട് ബന്ധം, ഇങ്ങനെയുള്ള ബന്ധമാണ് ബോധം. അപ്പോൾ ഇത്ര വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് അനുഭവിക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നർത്ഥമാണ്, ഒരാൾക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരവും അയാളുടെ മനസ്സും വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അയാൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതമായിരിക്കും അയാൾക്ക്. പല ആൾക്കാരും ഈ പ്രോഗ്രാമിൽ വന്നിട്ട് തിരിച്ചു കിട്ടിയ ജീവിതം വളരെ മെച്ചപ്പെട്ട ജീവിതമാണ്. അത് എനിക്കറിയാൻ പറ്റും. അതുകൂടാതെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എന്താണ് തരുന്നത്? എന്താണ് തരുന്നത്? മറ്റ് ഇത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്നു, ബുദ്ധിശക്തിയെ മാറ്റുന്നു, അതുപോലെ നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കുന്നു, നിങ്ങൾ മാനസിക രോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു, വെല്ലുവിളികളെ നേരിടാൻ സ്വയം മനസ്സിലാക്കാനും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു, കറക്ഷൻ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അറിവ് പകരാൻ, ഒരു ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇതൊക്കെ സംഭവിക്കുന്നത് പ്രോഗ്രാമിന്റെ ആത്മീയ ബോധത്തിലാണ്. അത് ഈ തൈര് കടയുന്ന പോലെയൊക്കെയുള്ള ഒരു കടച്ചിലാണ്. അത് സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലും തമാശകളിൽ കൂടിയല്ല. ഡീപ്പ് ഫീലിങ്സ്, ഉള്ളിൽ ശരിക്കും എൻ്റെ മക്കള് എത്രമാത്രം വിഷമിച്ചു. അപ്പൊ ആ സ്ഥലം വിട്ട ആൾ അങ്ങനെയൊന്ന് ഡീപ്പായിട്ട് അയാൾക്ക് ഇമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചേനെ. ഡീപ്പ് ഇമോഷൻ ഇല്ലാതായിപ്പോയി അയാൾക്ക്. വെറും സൂപ്പർഫിഷ്യൽ കളികളായിരുന്നു, ഉപരിപ്ലവം. അപ്പൊ ഏല് വന്ന് നിങ്ങൾക്ക് ഡീപ്പ് ഫീലിങ്സ് വേണം. ഡീപ്പ് ആയിട്ട് ഫീൽ ചെയ്യണം, അതിന് പഠിക്കണം, അനുഭവിക്കണം. അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. ആ ബന്ധങ്ങളും അതുപോലെ ആ അടുപ്പങ്ങളും ഒക്കെ അത് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഏല് കൂടി. അല്ലാതെ സൂപ്പർഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നവനൊക്കെ ഇപ്പോഴും മറ്റുള്ള ഏക്കാരൊക്കെ ഉപദ്രവിച്ചുകൊണ്ടും തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെ എന്തെല്ലാം പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം സംഗതികൾ നടക്കുന്നുണ്ട്. സത്യത്തില് ഡീപ്പ് ഫീലിങ്സ് അതാണ് ന്യൂസ് പല ആൾക്കും കൊടുത്തേക്കണത്. അത് ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച സ്കോപ്പുണ്ട്. ജീവിക്കാൻ ഒരു സ്കോപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒരു കാൽഭാഗമായി അതില്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.